അതിനുശേഷമാണ് അയാൾ സൺ പൈററ്റ്സ് എന്ന് പറയുന്ന ഒരു പൈററ്റ് ഗ്രൂപ്പ് തന്നെ ആരംഭിച്ചത്. അതിലാദ്യം ജീംബെ, ആർലോങ്, ഹാച്ചി ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പൊ ജീംബെ സ്ട്രോ ഹാറ്റ്സിന് 16 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഫിഷർമാൻ ഐലൻഡിന്റെ പാസ്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ്. 16 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഫിഷർമാൻ ഐലൻഡിലെ ഹീറോ എന്നറിയപ്പെടുന്ന ഫിഷർ ടൈഗറും കിങ് നെപ്റ്റ്യൂണിന്റെ ഭാര്യ ക്വീൻ ഒട്ടോഹിമയും ജീവനോടെ ഉണ്ടായിരുന്ന സമയം, അന്നും മനുഷ്യന്മാരും ഈ ഫിഷർമാൻസും തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. അത് ഇന്നലെയായിട്ടൊന്നും ആരംഭിച്ചതല്ല, ഒരുപാട് വർഷങ്ങളായി തുടങ്ങിയിട്ട്. ഇങ്ങനെ ഫിഷർമാൻസും മനുഷ്യന്മാരും തമ്മിലുള്ള പ്രശ്നം തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ക്വീൻ ഒട്ടോഹിമെ കൊട്ടാരത്തിൽ നിന്ന് സാധാ ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വരും. അവരോട് എത്ര പോകണ്ടെന്ന് പറഞ്ഞാലും അവർ ജനങ്ങളുടെ അടുത്തേക്ക് വരും. അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും. വേണ്ടി വന്ന പ്രശ്നക്കാരായിട്ടുള്ള ജനങ്ങളെ അടിക്കും അവര്. എന്നിരുന്നാൽ പോലും അവർ അടിച്ചതിനെ ഓർത്ത് അവർ സ്വയം കരയും. അത്രയും പാവമാണ് ക്വീൻ ഒട്ടോഹിമെ. ജനങ്ങൾക്ക് വേണ്ടി ക്വീൻ ഒട്ടോഹിമെ എന്തും ചെയ്യും. അവരുടെ സങ്കടങ്ങൾ കണ്ട് കരയും. എന്നാൽ ഇതിന് മാത്രമല്ല ക്വീൻ ഒട്ടോഹിമെ താഴേക്ക് വരുന്നത്. പകരം എല്ലാ ആൾക്കാരുടെ അടുത്ത് നിന്നും, ഫിഷർമാൻ ഐലൻഡിലെ എല്ലാ ജനങ്ങളുടെ അടുത്ത് നിന്നും ഒരു പെറ്റീഷൻ അവരുടെ അടുത്ത് നിന്ന് ഒപ്പിട്ട് വാങ്ങാൻ വേണ്ടിയാണ് അവർ ഇവിടേക്ക് വരുന്നത്. ഈ പെറ്റീഷൻ എന്തിനാണ് ജനങ്ങളുടെ അടുത്ത് നിന്ന് ഒപ്പിട്ട് വാങ്ങുന്നതെന്ന് വെച്ചാൽ, അവിടുത്തെ ജനങ്ങളെ മുഴുവൻ കടലിനടിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനാണ്. അതായത് ഫിഷ്മാൻ ഐലൻഡ് എന്ന് പറയുന്നത് ചെറിയൊരു സ്ഥലമാണ്. അതുകൊണ്ട് അവർ ഈ ചെറിയ സ്ഥലത്ത് ഒതുങ്ങി കൂടേണ്ട ആൾക്കാരല്ല. മനുഷ്യന്മാർ ജീവിക്കുന്ന സ്ഥലം ഒരുപാട് വിസ്തൃതിയുണ്ട്. അവിടെ ഒരുപാട് ഐലൻഡ് ഉണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടത്തേക്കാൾ വലുപ്പമുള്ള ആകാശവും ഒരുപാട് വെളിച്ചം തരുന്ന വലിയൊരു സൂര്യനും ഉണ്ട്. മനുഷ്യന്മാരെ വെറുക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അവർ ഈ ഫിഷ്മാൻ ഐലൻഡ് വിട്ട് പുറം ലോകം എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കാത്തത്. അവർക്ക് മനുഷ്യന്മാർ ജീവിക്കുന്ന പുറം ലോകം എന്താണെന്ന് അറിയില്ല. അതിന് എന്താണെന്ന് അറിയാനും അവർക്ക് ആഗ്രഹമില്ല. കാരണം മനുഷ്യന്മാർ അവരെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് എല്ലാ മനുഷ്യന്മാരെയും പേടിയാണ്. കുറച്ച് മനുഷ്യന്മാർ അവരെ ഉപദ്രവിച്ചു എന്ന് വെച്ച് ബാക്കിയുള്ള എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. എന്നിരുന്നാലും അവരെല്ലാ മനുഷ്യന്മാരെയും പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് പുറം ലോകത്തേക്ക് പോകാനും ആഗ്രഹമില്ല. പക്ഷേ ക്വീൻ ഒട്ടോഹിമെ അവരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യന്മാരും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. നിങ്ങൾ ഇതുവരെ ശരിക്കുള്ള മനുഷ്യന്മാരെ പോലും കണ്ടിട്ടില്ല. പുറം ലോകം അത്രയും മനോഹരമാണ്. നമ്മൾ ഇതുവരെ ആ സ്ഥലം കണ്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ആ സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് ക്വീൻ ഒട്ടോഹിമെ എല്ലാ ദിവസവും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച് അവരുടെ കയ്യിൽ നിന്ന് ആ പെറ്റീഷനിൽ ഒപ്പ് വാങ്ങാൻ നോക്കുകയാണ്. ഇവിടുത്തെ മുഴുവൻ ജനങ്ങളുടെ ഒപ്പുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഒരു പക്ഷേ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ക്വീൻ ഒട്ടോഹിമെ എല്ലാവരുടെ അടുത്തുനിന്ന് ഒപ്പിട്ട് വാങ്ങുന്ന പെറ്റീഷൻ മുഴുവൻ അവർ വേൾഡ് ഗവൺമെന്റിന് കൊടുക്കും. വേൾഡ് ഗവൺമെന്റ് ലോകത്തിലുള്ള 20 രാജ്യങ്ങളെയും വിളിച്ചു ചേർത്ത് റൈവറി എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാറുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ, വേൾഡ് ഗവൺമെന്റും ലോകത്തിലെ 20 രാജ്യങ്ങളും തമ്മിൽ ഒരുമിപ്പിക്കാൻ വേണ്ടിയാണ്. അതായത് വേൾഡ് ഗവൺമെന്റും 20 രാജ്യങ്ങളും തമ്മിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. വേൾഡ് ഗവൺമെന്റ് റൈവറി നടത്തുന്നത് മറേജോയിൽ വെച്ചാണ്. അങ്ങനെ നടത്തുന്ന റൈവറിയിലേക്ക് 20 രാജ്യങ്ങളിലെയും രാജാക്കന്മാർ വരും. എന്നിട്ട് അവരും വേൾഡ് ഗവൺമെന്റും തമ്മിലുള്ള ബന്ധത്തെ ഒന്നും കൂടെ സ്ട്രോങ് ആക്കും. അവർക്കിടയിലുള്ള ഐക്യത്തെ നിലനിർത്തുക, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവുക. ഈ റൈവറി നടക്കുന്ന സമയത്ത് ഓരോ രാജ്യത്തിലെയും രാജാക്കന്മാർക്ക് അവരുടെ രാജ്യത്തിലെ പ്രശ്നങ്ങൾ വേൾഡ് ഗവൺമെന്റിനോട് പറയാൻ പറ്റും. സോ ഇനി നടക്കാൻ പോകുന്ന റൈവറിക്ക് കുറച്ച് വർഷങ്ങൾ കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്ത് അവർക്ക് ഈ പെറ്റീഷൻ വേൾഡ് ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ ഫിഷ്മാൻ ഐലൻഡിലെ ആൾക്കാർക്ക് പുറം ലോകത്തേക്ക് എത്താൻ പറ്റും. അവർക്കും മനുഷ്യന്മാരെ പോലെ ജീവിക്കാൻ പറ്റും. ഇതിനു വേണ്ടിയാണ് ക്വീൻ ഒട്ടോഹിമെ ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാ ദിവസവും ഈ ജനങ്ങളോട് വന്ന് ആ പെറ്റീഷനിൽ ഒപ്പിടാൻ പറയുന്നത്. പക്ഷെ അവിടെയുള്ള ജനങ്ങൾ ആരും ആ പെറ്റീഷനിൽ ഒപ്പിടില്ല. കാരണം അറിയാലോ, അവർക്ക് മനുഷ്യന്മാരെ പേടിയാണ്. അവർക്ക് മനുഷ്യന്മാരെ വിശ്വാസമില്ല. അവർ ഇതുവരെ കാണാത്ത ആൾക്കാർ അവരെങ്ങനെ വിശ്വസിക്കും? ഇതുപോലെ തന്നെയാണ് മനുഷ്യന്മാരും ചിന്തിക്കുന്നത്. ഫിഷ്മാൻസിനെ അവർ ഇതുവരെ കണ്ടിട്ടില്ല. അവർക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ഫിഷ്മാൻസ് മോൺസ്റ്റേഴ്സ് ആണ്, അവർ മനുഷ്യന്മാരെ എല്ലാം കൊല്ലുമെന്ന്. അതുകൊണ്ട് ഫിഷ്മാൻസും മനുഷ്യന്മാരും തമ്മിലുള്ള തെറ്റിദ്ധാരണ എന്ന് മാറുന്നോ അന്ന് ഇതെല്ലാം ശരിയാവും. അവരുടെ മനസ്സിലെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ക്വീൻ ഒട്ടോഹിമെ എല്ലാ ദിവസവും അവരുടെ അടുത്തേക്ക് വന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ അവരാരും വിശ്വസിക്കില്ല. അവരാരും പെറ്റീഷനിൽ ഒപ്പിടാൻ തയ്യാറാവില്ല. ആ സമയത്ത് നമ്മുടെ ജീംബെ കൊട്ടാരത്തിലെ ഒരു സോൾജിയർ ആയിരുന്നു. അതുപോലെ ആർലോങ് ഒരു പൈററ്റും. ഇവർ രണ്ടുപേരും ഫിഷ്മാൻ ഐലൻഡിലെ ഫിഷ്മാൻ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന സ്ഥലത്തെ ഓർഫനേജിലാണ് ജനിച്ചു വളർന്നത്. അവിടെ ജനിച്ചു വളർന്ന ഈ രണ്ടുപേരും ബ്രദേഴ്സിനെ പോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. പണ്ട് ഈ ഫിഷ്മാൻ ഡിസ്ട്രിക്റ്റിലെ ഓർഫനേജ് നോക്കി നടത്തിയിരുന്നത് ഫിഷർ ടൈഗർ ആയിരുന്നു. പക്ഷേ കാലപ്പോക്കിൽ അദ്ദേഹം ഒരു ട്രാവലർ ആയിട്ട് മാറി. അങ്ങനെ ഫിഷർ ടൈഗർ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ പോയതുകൊണ്ട് ഫിഷ്മാൻ ഡിസ്ട്രിക്ട് നോക്കി നടത്താൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ പിന്നീട് തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാർ മാത്രം ജീവിക്കാൻ തുടങ്ങി. അവിടുത്തെ ആൾക്കാർ തന്നെ ഒരുപാട് തെറ്റുകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫിഷ്മാൻ ഡിസ്ട്രിക്ട് നിയമങ്ങളും വ്യവസ്ഥയില്ലാത്തൊരു സ്ഥലമായിട്ട് മാറി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ലോകം മുഴുവൻ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ഫിഷർ ടൈഗർ തിരിച്ചു വന്നു. അദ്ദേഹത്തിനെ അവിടെയുള്ള ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം അവർക്ക് വേണ്ടി ഫിഷർ ടൈഗർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ജീംബെയ്ക്കും ആർലോങ്ങിനും ഫിഷർ ടൈഗർ ഒരു മുതിർന്ന ചേട്ടനെ പോലെയാണ്. ഇപ്പൊ തിരിച്ചു വന്ന ഫിഷർ ടൈഗർ നേരെ കൊട്ടാരത്തിലേക്ക് വന്ന് കിങ് നെപ്റ്റ്യൂണിനെയും ക്വീൻ ഒട്ടോഹിമയും കണ്ടു. എന്നിട്ട് അദ്ദേഹം പുറം ലോകത്ത് വെച്ച് എന്താണോ കണ്ടത് അത് ഇവരോട് വന്ന് പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ട ക്വീൻ ഒട്ടോഹിമെ കരഞ്ഞുപോയി. അവരോട് ഫിഷർ ടൈഗർ എന്താണ് പറഞ്ഞതെന്ന് ഇപ്പൊ പറയുന്നില്ല. ഇതിനുശേഷമാണ് ഫിഷർ ടൈഗർ ഒറ്റയ്ക്ക് ആ വലിയ ഗ്രേറ്റ് വാൾ റെഡ് ലൈൻ പിടിച്ച് കയറി അതിന്റെ മുകളിലുള്ള മറേജോയിലേക്ക് എത്തി അവിടെയുള്ള സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ അടിമകളെ രക്ഷപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഫിഷർ ടൈഗർ സൺ പൈററ്റ്സ് എന്ന് പറയുന്ന ഒരു പുതിയ പൈററ്റ് ക്രൂ തന്നെ ആരംഭിച്ചു. ഈ സൺ പൈററ്റ്സിലെ അദ്ദേഹം അന്ന് മറേജോയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആൾക്കാരും കൂടാതെ ഫിഷ്മാൻ ഐലൻഡിലെ ആൾക്കാരും ഉണ്ടായിരുന്നു. ജീംബെ, ആർലോങ്, ഹാച്ചി, അങ്ങനെ ഒരുപാട് പേര്. ഇതിനു മുമ്പ് അടിമകളായിരുന്ന ആൾക്കാരുടെ ദേഹത്ത് ഒരു മാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ മാർക്ക് മായ്ച്ചു കളയാൻ അവർ സൺ പൈററ്റ്സിന്റെ മാർക്കുള്ള കമ്പി ചുട്ടു പഴുപ്പിച്ച് അത് ഈ അടിമകളായിരുന്ന ആൾക്കാരുടെ ദേഹത്തുള്ള മാർക്കിലേക്ക് വെക്കും. അങ്ങനെ അവർ സൺ പൈററ്റ്സിലെ ആൾക്കാരായിട്ട് മാറി. അതിൽ അടിമകളാവാത്ത ആൾക്കാരും അവരുടെ ദേഹത്ത് അവർ സൺ പൈററ്റ്സ് ആണെന്ന് അറിയിക്കാൻ വേണ്ടി ആ മാർക്ക് വെച്ചു. അങ്ങനെ സൺ പൈററ്റ്സ് എന്നറിയപ്പെടുന്ന, അതായത് തയ്യോനോ കൈസകുദ, തയ്യോനോ എന്ന് പറഞ്ഞ ജാപ്പനീസിൽ സൂര്യൻ എന്നാണ്, കൈസകുദ എന്ന് പറഞ്ഞ പൈററ്റ്സ്. പക്ഷേ ഇതിൽ നിങ്ങൾ തയ്യോനോ എന്ന് പറയുന്ന വാക്കും മാത്രം മറക്കാൻ പാടില്ല. ആ
ആ ഒരു വാക്ക് മാത്രം ഓർത്തു വെച്ചേക്ക്. ഏതാണ്ട് 1071 എപ്പിസോഡിൽ ഈ തയ്യോനോ എന്ന് പറയുന്ന വാക്ക് കേട്ട് നമുക്ക് എല്ലാവർക്കും രോമാഞ്ചം കൊള്ളാനുള്ളതാണ്. അതുകൊണ്ട് തയ്യോനോ എന്ന് പറയുന്ന വാക്ക് മറക്കരുത്. അപ്പൊ തയ്യോനോ കൈസുകുദ ഇവിടെ വെച്ച് രൂപം കൊണ്ടു. അങ്ങനെ ഈ ഒരു പൈററ്റ് ഗ്രൂപ്പ് അവരുടെ യാത്ര ആരംഭിച്ചു. തുടർന്ന് ഒരു ദിവസം ഒരു ഐലൻഡിലേക്ക് വരുന്ന ഇവര് കോവാല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. ഈ പെൺകുട്ടി സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ ഒരു അടിമയായിരുന്നു. പണ്ട് ഫിഷർ ടൈഗർ അവരെ എല്ലാം രക്ഷപ്പെടുത്തിയ സമയത്ത് ഈ കോവാല എന്ന് പറയുന്ന ഈ ചെറിയ പെൺകുട്ടി ഈ ഐലൻഡിലേക്ക് എത്തി. പക്ഷെ അവളുടെ അച്ഛനും അമ്മയും ഒരുപാട് അകലെയുള്ള മറ്റേതൊരു ഐലൻഡിലാണ്. അതുകൊണ്ട് പോകുന്ന വഴിക്ക് ഇവളെ അവിടെ എത്തിക്കാന്ന് പറഞ്ഞ് അവളെ അവരുടെ കൂടെ കൂട്ടി. ആ കുട്ടി ഒരു മനുഷ്യനായതുകൊണ്ട് ആർലോങ്ങിന് ആ കുട്ടിയെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ആർലോങ് ആ കുട്ടിയെ അടിച്ചു. പക്ഷെ എത്ര അടിച്ചിട്ടും ആ കുട്ടി കരയുന്നില്ല. അവൾ കരയാതെ അവരോട് മാപ്പ് പറഞ്ഞ് തറ തുടയ്ക്കുന്നു. കോവാല എന്ന് പറയുന്ന ആ കുട്ടി എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൾ ഒരു വലിയ ട്രോമയിലാണ്. സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ ക്രൂരത കാരണം അവളുടെ മാനസിക നില മുഴുവനായിട്ടും തെറ്റി. അവൾ കരഞ്ഞാൽ അവളെ കൊല്ലുമെന്ന് വിചാരിച്ച് എത്ര അടി കിട്ടിയാലും ചിരിച്ചുകൊണ്ട് അവൾ അവളുടെ ജോലി ചെയ്യും. അവളോട് സെലസ്റ്റിയൽ ഡ്രാഗൺസ് ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് അവൾക്കൊരു ഇമോഷനും ഇല്ല. അവളുടെ മാനസിക നില മുഴുവനായിട്ടും തെറ്റി. അപ്പൊ ഫിഷർ ടൈഗർ അവളുടെ ആ പഴയ ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ മാറ്റിയെടുക്കാൻ വേണ്ടി അവളുടെ പുറത്തുണ്ടായിരുന്ന അടിമകളുടെ മാർക്ക് അത് സൺ പൈററ്റ്സിന്റെ മാർക്കാക്കി മാറ്റി. എന്നിട്ടും ആ കുട്ടി കരയുന്നില്ല. അവൾക്ക് ഒരു വികാരവും ഇല്ല. അതുകൊണ്ട് ഫിഷർ ടൈഗർ അവളുടെ മുൻപിൽ വെച്ച് തന്റെ ആയുധം കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അവരൊരിക്കലും സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ പോലെ അല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ അവളുടെ മനസ്സിലെ പേടികളെല്ലാം മാറ്റിവെച്ച് അവൾ മനസ്സ് തുറന്ന് പൊട്ടിക്കരഞ്ഞു. അങ്ങനെ അവരുടെ കൂടെ ചേർന്ന കോവാലയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. അവൾ അവരുടെ കൂടെ ചേർന്ന് ആ യാത്രയിൽ ഒരുപാട് സന്തോഷിച്ചു. അവസാനം കോവാലയും കൊണ്ട് അവൾ അവരുടെ ഐലൻഡിലേക്ക് എത്തി. അപ്പൊ ഫിഷർ ടൈഗർ ബാക്കിയുള്ളവരോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം കോവാലയെ അവളുടെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി എത്തിച്ചു. ശേഷം കപ്പലിന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്ന ഫിഷർ ടൈഗറിനെ ഒരുപാട് മറൈൻസ് പെട്ടെന്ന് ഗണ്ണ് മാറ്റി ചുറ്റി വളഞ്ഞു. ഒരു ഫിഷ്മാൻ, പോരാത്തതിന് ഒരു പൈററ്റ്. അതുകൊണ്ട് ആ ഐലൻഡിലെ ജനങ്ങൾ തന്നെയാണ് മറൈനെ വിളിച്ച് ഫിഷർ ടൈഗറിനെ കാണിച്ചു കൊടുത്തത്. അങ്ങനെ ഫിഷർ ടൈഗറിന് ചുറ്റും വളഞ്ഞ മറൈൻസ് അദ്ദേഹത്തെ തുരുതുരേനെ ഷൂട്ട് ചെയ്തു. പക്ഷെ എങ്ങനെയൊക്കെയോ പുറത്തുണ്ടായിരുന്ന ഫിഷർ ടൈഗറിന്റെ ആൾക്കാര് മറൈൻസിന്റെ ഒരു കപ്പലെടുത്ത് ഫിഷർ ടൈഗറിനെ കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ പരിക്ക് പറ്റിയ ഫിഷർ ടൈഗറിന്റെ ദേഹത്ത് നിന്ന് ഒരുപാട് ചോര പോയി. അദ്ദേഹത്തിന് രക്ഷപ്പെടണമെങ്കിൽ ഒരുപാട് ചോര വേണം. അതുമാത്രമല്ല ഫിഷർ ടൈഗറിന്റെ ചോര അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ നേവി ഷിപ്പില് ഫിഷർ ടൈഗറിന് ചേരുന്ന മനുഷ്യന്മാരുടെ രക്തം ഉണ്ടായിരുന്നു. പക്ഷെ ആ രക്തം അയാൾ വേണ്ടെന്ന് പറഞ്ഞു. മനുഷ്യന്മാരുടെ രക്തം എന്റെ ശരീരത്തിൽ കയറുന്നതിനേക്കാളും നല്ലത് ഞാൻ ഇവിടെ വെച്ച് മരിക്കുന്നതാണ് എന്ന് പറയുന്ന ഫിഷർ ടൈഗർ അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ച സമയത്ത് എന്താണ് ശരിക്കും സംഭവിച്ചെന്നുള്ള സത്യങ്ങൾ പറയുന്നു. അദ്ദേഹം ഇത്രയും കാലം ലോകം മുഴുവൻ സഞ്ചരിക്കുകയല്ലായിരുന്നു. പകരം അദ്ദേഹം സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ അടിമയായിരുന്നു. സെലസ്റ്റിയൽ ഡ്രാഗൺസ് അദ്ദേഹത്തെ ഒരുപാട് ഉപദ്രവിച്ചു. പക്ഷെ എങ്ങനെയൊക്കെയോ അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഈ ഒരു കാര്യമാണ് അദ്ദേഹം കിങ് നെപ്റ്റ്യൂണിനോടും ക്വീൻ ഒട്ടോഹിമയോടും പറഞ്ഞത്. ഈ കാര്യങ്ങൾ തന്റെ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്ന ഫിഷർ ടൈഗർ ഒരിക്കലും നമുക്കും മനുഷ്യന്മാർക്കും ഇടയിലുണ്ടായിരുന്ന വെറുപ്പ് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കരുത്. കോവാലയെ പോലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഒരുപാട് കുട്ടികൾ ഭാവിയിലേക്ക് വേണം. അതുകൊണ്ട് നമുക്കിടയിലുണ്ടായിരുന്ന വെറുപ്പ് അവരുടെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റരുത് എന്ന് പറഞ്ഞ ഫിഷർ ടൈഗർ അവസാനം അവരുടെ മുമ്പിൽ വെച്ച് തന്നെ മരിച്ചുപോയി. ഈ ഒരു സംഭവത്തിന് ശേഷം ഫിഷർ ടൈഗർ മരിച്ചതിന്റെ പ്രതികാരം വീട്ടാൻ വേണ്ടി ആർലോങ് എല്ലാ മനുഷ്യന്മാരെയും ഉപദ്രവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ആ സമയത്ത് വൈസ് അഡ്മിറൽ ആയിരുന്ന കിസാറു മനുഷ്യന്മാരെ ഒരു കാരണവുമില്ലാതെ ഉപദ്രവിക്കുന്ന ആർലോങ്ങിനെ പിടിച്ച് ഇംബിൾ ഡൗണിലെ ജയിലിൽ കൊണ്ടുപോയി അടച്ചു. സൺ പൈററ്റ്സിന്റെ ക്യാപ്റ്റൻ ഫിഷർ ടൈഗർ മരിച്ചുപോയെങ്കിലും സൺ പൈററ്റ്സിലെ ബാക്കിയുള്ള ആൾക്കാർ അവരുടെ യാത്ര അവസാനിപ്പിച്ചില്ല. അവരെല്ലാവരും ചേർന്ന് ജീംബെ അടുത്ത് ക്യാപ്റ്റനായിട്ട് തെരഞ്ഞെടുത്തു. അങ്ങനെ വീണ്ടും സൺ പൈററ്റ്സ് അവരുടെ യാത്ര തുടർന്നു. പതിയെ പതിയെ ജീംബയുടെ ബൗണ്ടി കൂടി വന്ന സമയത്ത് വേൾഡ് ഗവൺമെന്റ് അവനെ വാർലോഡ് ആക്കാൻ തീരുമാനിച്ചു. ജീംബയ്ക്ക് വേണമെങ്കിൽ വാർലോഡ് ആവാതിരിക്കാം. പക്ഷേ ജീംബെ വാർലോഡ് ആയാൽ വേൾഡ് ഗവൺമെന്റ് ഫിഷർമാൻ ഐലൻഡിനെ സഹായിക്കും. ഇത്രയും കാലം അവർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറും. അതുകൊണ്ട് ജീംബെ വാർലോഡ് ആവാൻ തീരുമാനിച്ചു. പക്ഷെ അതിനു മുമ്പ് ജീംബയ്ക്ക് ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അവർ ഇംബൽ ഡൗണിൽ പിടിച്ചു വെച്ച ആർലോങ്ങിനെ വെറുതെ വിടണമെന്ന്. എന്നാൽ മാത്രമേ അവൻ വാർലോഡ് ആവൂ എന്ന് ജീംബെ വേൾഡ് ഗവൺമെന്റിനോട് പറഞ്ഞു. ജീംബയുടെ ഈ ഒരു ആവശ്യം വേൾഡ് ഗവൺമെന്റ് സമ്മതിച്ചു. അങ്ങനെ ജീംബെ അവസാനം വാർലോഡായി. അതുപോലെ അവർ ആർലോങ്ങിനെ വെറുതെ വിട്ടു. പക്ഷെ പുറത്തു വന്ന ആർലോങ്ങിന് ജീംബെ വേൾഡ് ഗവൺമെന്റിന്റെ കൂടെ ചേർന്ന് ഇഷ്ടപ്പെട്ടില്ല. മനുഷ്യർ തങ്ങളെ ഇത്രമാത്രം ഉപദ്രവിച്ച കാര്യം മറന്ന് നീ അവരുടെ അടിമയായിട്ട് മാറിയില്ലേ, അതുകൊണ്ട് നീ പറയുന്നത് ഞാൻ ഒരിക്കലും അനുസരിക്കില്ല എന്ന് പറഞ്ഞ ആർലോങ് അവന്റെ ഇഷ്ടത്തിന് പോയി. അങ്ങനെ അന്ന് മുതൽ സൺ പൈററ്റ്സ് രണ്ടായിട്ട് പിരിഞ്ഞു. ജീംബെ വാർലോഡ് ആയത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. അവർ ആർലോങ്ങിന്റെ കൂടെ പോയി. ബാക്കിയുള്ളവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പോയി. ഇതേ സമയത്ത് ഫിഷ്മാൻ ഐലൻഡിലെ ജനങ്ങൾ അവരുടെ ഹീറോ ഫിഷർ ടൈഗർ മരിച്ചതിന്റെ കാരണം മനുഷ്യന്മാരാണെന്ന് അറിഞ്ഞതുകൊണ്ട് അവർക്ക് മനുഷ്യന്മാരോടുള്ള പേടിയും വെറുപ്പും ഒന്നുകൂടെ കൂടി. അവർക്ക് പുറത്തേക്ക് പോകാനുള്ള അവരുടെ സ്വപ്നവും നഷ്ടപ്പെട്ടു. ഫിഷ്മാൻ ഐലൻഡിലെ കുറച്ച് ജനങ്ങൾ മാത്രം അവർക്ക് പുറത്തേക്ക് പോകാൻ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ക്വീൻ ഒട്ടോഹിമയ്ക്ക് ആ പെറ്റീഷനിൽ സൈൻ ചെയ്ത് കൊടുത്തിരുന്നു. പക്ഷെ അവരെല്ലാം അത് തിരിച്ചു വാങ്ങി. അവർക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആവുന്നത് കാണുന്ന ക്വീൻ ഒട്ടോഹിമയ്ക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അതുകൊണ്ട് അവർ മദ്യപിച്ച് ലക്ക് കേട്ട് മൈക്കിലൂടെ അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ ചീത്ത പറഞ്ഞു. നിങ്ങളെല്ലാം കള്ളന്മാരാണ്, നിങ്ങളെല്ലാം വെറും മണ്ടന്മാരാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല പുറം ലോകം, നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നത് പോലെയല്ല, ഒരുപാട് 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 വലുതാണ്, നമ്മൾ എപ്പോഴും ഇതുപോലെ പൊട്ടക്കണിച്ചിൽ തവളകളെ പോലെ ജീവിക്കേണ്ടവരല്ല. നിങ്ങൾ ആരും അറിയാതെ നിങ്ങളുടെ കുട്ടികൾ എന്തിനാ സബോഡിയിലേക്ക് പോകുന്നേ? അവർക്ക് പുറം ലോകം കാണണമെന്ന് ആഗ്രഹം ഉണ്ടായതുകൊണ്ടാ. എത്രമാത്രം മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ, എത്രത്തോളം മനോഹരമായിട്ടുള്ള ഭൂമി, ആകാശം, ഇതെല്ലാം അവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? മനുഷ്യന്മാരുണ്ടെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ അവിടേക്ക് പോകുന്നില്ല. നിങ്ങൾ ഇനി അവിടേക്ക് എത്താൻ ഒരുപാട് വർഷങ്ങൾ എടുത്തേക്കാം. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, അവരുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ അവിടെ ഒരു ദിവസം എത്തും എന്നിങ്ങനെ ക്വീൻ ഒട്ടോഹിമെ അവിടുത്തെ ജനങ്ങളോട് മുഴുവൻ പറഞ്ഞു. ഇതിനുശേഷം ഒരു ദിവസം ഫിഷ്മാൻ ഐലൻഡിലേക്ക് തകർന്നു പോയ
ഒരു സെലസ്റ്റിയൽ ഡ്രാഗന്റെ കപ്പൽ സഹായം ചോദിച്ചുകൊണ്ട് അവിടേക്ക് വന്നു. ആ കപ്പലിലുണ്ടായിരുന്ന സെലസ്റ്റിയൽ ഡ്രാഗന്റെ പേരാണ് സെയിന്റ് മ്യോസ്ഗാർഡ്. അയാൾ അവിടേക്ക് വന്ന ഉടനെ അയാളുടെ കയ്യിലുള്ള തോക്ക് കാണിച്ച് നിങ്ങൾ എല്ലാവരും എന്റെ അടിമകളാണ്, അതുകൊണ്ട് മര്യാദയ്ക്ക് എന്നെ സഹായിക്ക് എന്ന് പറഞ്ഞ് അവിടെയുള്ള ഫിഷ്മാൻസിന് നേരെ തോക്ക് കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്തി. അത് കാണുന്ന അവിടെയുള്ള ജനങ്ങളവിടെ പുറത്തു വെച്ച് നിന്നെ എന്തെങ്കിലും ചെയ്താലല്ലേ പ്രശ്നം, ഇത് കടലിന്റെ അടിയിലുള്ള ഞങ്ങളുടെ ഐലൻഡ് ആണ്, ഇവിടെ വെച്ച് നിന്നെ എന്തെങ്കിലും ചെയ്താൽ ആരും അറിയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് സെലസ്റ്റിയൽ ഡ്രാഗന് ചുറ്റും കൂടിയ ഫിഷർമാൻസ് ചേർന്ന് അവരുടെ കയ്യിലുള്ള തോക്കുകൊണ്ട് അയാളെ ഷൂട്ട് ചെയ്തു. പക്ഷെ പെട്ടെന്ന് ഓടി വന്ന ക്വീൻ ഒട്ടോഹിമെ അയാളെ രക്ഷിക്കാൻ അയാളുടെ മുമ്പിൽ കയറി നിന്നു. ഇയാളെ നിങ്ങളൊന്നും ചെയ്യരുത്, നിങ്ങളുടെ കുട്ടികൾ നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ, നിങ്ങളുടെ അകത്തുള്ള ദേഷ്യം എത്രയാണെന്ന് എനിക്കറിയാം, പക്ഷെ നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി ഇയാളെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ക്വീൻ ഒട്ടോഹിമെ അയാളെ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ ക്വീൻ ഒട്ടോഹിമെ അവർക്കെല്ലാം പ്രിയപ്പെട്ടവളാണെന്ന് മനസ്സിലാവുന്ന സെലസ്റ്റിയൽ ഡ്രാഗൺ പെട്ടെന്ന് ക്വീൻ ഒട്ടോഹിമെ പിടിച്ച് അവരുടെ തലയിൽ തോക്ക് വെച്ചു. എന്നിട്ട് അയാൾക്ക് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകാനുള്ള കപ്പൽ തയ്യാറാക്കാൻ പറയുന്നു. ആ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഷിറാഹോഷി ഉണ്ടായിരുന്നു. അവളുടെ അമ്മയെ പിടിച്ചു വെച്ചത് കാണുന്ന ഷിറാഹോഷി അമ്മയെന്ന് വിളിച്ച് അലറിക്കരയും. പെട്ടെന്ന് കടൽ മുഴുവൻ ഇളകാൻ തുടങ്ങി. അവളുടെ കരച്ചിൽ കേട്ട് ഒരു കൂട്ടം നെപ്റ്റ്യൂണിയൻസ് അവിടേക്ക് വന്നു. ഒരു കൂട്ടം സീ മോൺസ്റ്റേഴ്സ്. അവറ്റങ്ങളെ കണ്ട സെലസ്റ്റിയൽ ഡ്രാഗന്റെ ബോധം പോയി. അപ്പൊ അവിടേക്ക് വന്ന സീ മോൺസ്റ്റേഴ്സ് അവിടെ നിന്ന് പോയി. പക്ഷെ ഇത് കാണുന്ന ക്വീൻ ഒട്ടോഹിമയ്ക്കും അവിടെ ഉണ്ടായിരുന്ന ജീംബയ്ക്കും ഷിറാഹോഷിക്ക് എന്തോ പവർ ഉണ്ടെന്ന് മനസ്സിലായി. കാരണം ഷിറാഹോഷി കരഞ്ഞപ്പോഴാണ് ആ സീ മോൺസ്റ്റേഴ്സ് അവിടേക്ക് വന്നത്. അതുകൊണ്ട് ഷിറാഹോഷിക്ക് അവരെ വിളിക്കാനുള്ള പവർ ഉണ്ട്, അവരോട് സംസാരിക്കാനുള്ള എന്തോ കഴിവുണ്ട്. ഈ ഒരു കാര്യം അവർക്ക് മാത്രമല്ല, അപ്പൊ അവിടെ ഉണ്ടായിരുന്ന വാൻഡർ ഡക്കനും മനസ്സിലായി. ഇതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് സെലസ്റ്റിയൽ ഡ്രാഗണ് തിരിച്ചു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കി കൊടുത്തു. അതുപോലെ സെലസ്റ്റിയൽ ഡ്രാഗൺ ഒരു അപകടവും കൂടാതെ പുറത്തേക്ക് എത്തിക്കാൻ ക്വീൻ ഒട്ടോഹിമയും അയാളുടെ കൂടെ പോകുന്നുണ്ട്. അവിടുത്തെ ജനങ്ങൾക്ക് ക്വീൻ ഒട്ടോഹിമെ തിരിച്ചു വരുമെന്ന് യാതൊരു വിശ്വാസവുമില്ല. കാരണം അവർ പോയത് ഒരു സെലസ്റ്റിയൽ ഡ്രാഗന്റെ കൂടെയാണ്. എല്ലാവരും പ്രതീക്ഷയോടെ ഓരോ ദിവസവും കഴിച്ചുകൂട്ടി. അങ്ങനെ ആഴ്ചകൾക്ക് ശേഷം ഒരു ദിവസം ക്വീൻ ഒട്ടോഹിമെ തിരിച്ചു വന്നു. തിരിച്ചു വന്ന ക്വീനിന്റെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പർ ആ സെലസ്റ്റിയൽ ഡ്രാഗൺ കൊടുത്തതാണ്. ആ പേപ്പർ എന്താണെന്ന് വെച്ചാൽ ഇനി നടക്കാൻ പോകുന്ന വേൾഡ് ഗവൺമെന്റിന്റെ റൈവറിയിൽ അവർ ഈ സെലസ്റ്റിയൽ ഡ്രാഗന്റെ പേപ്പർ കാണിച്ചു കൊടുത്താൽ അവർ പറയുന്ന കാര്യം വേൾഡ് ഗവൺമെന്റ് അംഗീകരിക്കും. അതായത് അവരുടെ ആഗ്രഹം വേൾഡ് ഗവൺമെന്റ് തള്ളിക്കളയില്ല. ഇപ്പൊ ഇതെല്ലാം മനസ്സിലാക്കുന്ന അവിടെയുള്ള ജനങ്ങൾ എല്ലാവരും ആ പെറ്റീഷനിൽ സൈൻ ചെയ്ത് ക്വീൻ ഒട്ടോഹിമയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ വലിയൊരു ബാസ്ക്കറ്റില് അവിടെയുള്ള മുഴുവൻ ജനങ്ങളുടെ പെറ്റീഷനും അവർ ശേഖരിച്ചു. പക്ഷേ ഒരു ദിവസം അവർ ശേഖരിച്ചു വെച്ച പെറ്റീഷന് മുഴുവൻ ആരും തീ കൊടുത്തു. അതുകൂടാതെ അവിടെ ഉണ്ടായിരുന്ന ക്വീൻ ഒട്ടോഹിമയെ മറിഞ്ഞിരുന്ന ഒരാള് ഷൂട്ട് ചെയ്ത് വീഴ്ത്തി. അപ്പൊ ഷിറാഹോഷി അവളുടെ അമ്മ വീണെടുക്കുന്നത് കണ്ട് ഷോക്കായി നിൽക്കുന്ന സമയത്താണ് വാൻഡർ ഡക്കൻ അവളെ വന്ന് തൊട്ടത്. അതിനുശേഷം അവൻ അവിടെ നിന്ന് ഓടിപ്പോയി. ഇപ്പൊ വീണെടുക്കുന്ന ക്വീൻ ഒട്ടോഹിമെ തന്റെ 3 മക്കളോട് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് ആരായാലും നിങ്ങൾ അവരോട് ദേഷ്യപ്പെടരുത്, അച്ഛനെ പോലെ നിങ്ങൾ സ്ട്രോങ് ആവണം, നമ്മുടെ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കണം, നിങ്ങളുടെ അനിയത്തിയെ നിങ്ങൾ നല്ലതുപോലെ നോക്കണം, അവൾ ഒരിക്കലും സങ്കടം കൊണ്ട് കരയാൻ പാടില്ല, അവൾ കരഞ്ഞാൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും, അവൾക്കൊരു വലിയ ശക്തിയുണ്ട്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന മെർമെയ്ഡ് പ്രിൻസസിന്റെ പവറാണ് അവൾക്കുള്ളത്, അവളുടെ ഈ ശക്തി നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അത് അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു ദിവസം ഒരാൾ വരും, അയാൾ ഈ ഐലൻഡിന്റെ തലവിധി മാറ്റിമറിക്കും, എനിക്കിനി അധികം സമയമില്ല, ഞാൻ പോവുകയാണ്, നിങ്ങൾ 3 പേരും ഷിറാഹോഷിയെ നോക്കണം എന്ന് പറഞ്ഞ് ക്വീൻ ഒട്ടോഹിമെ അവരുടെ ആഗ്രഹം സാധിക്കാതെ മരിച്ചുപോയി. തുടർന്ന് അന്ന് കൊട്ടാരത്തിൽ ഗാർഡായിരുന്ന ഹോഡി ജോൺസ് ഒരു മനുഷ്യനെ കൊന്ന് ഇവനാണ് ക്വീൻ ഒട്ടോഹിമയെ കൊന്നത് എന്ന് പറഞ്ഞ് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. പക്ഷെ ഇതെല്ലാം ഹോഡി ജോൺസിന്റെ പ്ലാൻ ആയിരുന്നു. അവൻ ആ മനുഷ്യനെ ഭീഷണിപ്പെടുത്തി ആദ്യം എല്ലാവരും ശേഖരിച്ചു വെച്ച ആ ബാസ്ക്കറ്റിലെ പെറ്റീഷൻ കത്തിച്ചു. അത് കഴിഞ്ഞ് അവൻ ക്വീൻ ഒട്ടോഹിമയെ ഷൂട്ട് ചെയ്ത് കൊന്നു. എന്നിട്ട് അവൻ ആ മനുഷ്യനെ കൊന്ന് ഇതെല്ലാം അയാളാണ് ചെയ്തതെന്ന് വരുത്തി തീർത്തു. ഇതിലൂടെ അവിടെയുള്ള ഫിഷർമാന് മനുഷ്യന്മാരോടുള്ള വിശ്വാസം പോയി. പക്ഷെ സത്യം എന്താണെന്ന് ആരും അറിഞ്ഞില്ല. അതിനുശേഷം ക്വീൻ ഒട്ടോഹിമയുടെ സംസ്കാര ചടങ്ങുകൾക്ക് പോലും ഷിറാഹോഷിക്ക് പോകാൻ പറ്റിയില്ല. കാരണം അന്ന് മുതലാണ് വാൻഡർ ഡക്കൻ അവളെ ശല്യപ്പെടുത്താൻ തുടങ്ങിയത്. ഈ ഐലൻഡിലെ മുഴുവൻ ജനങ്ങൾക്കും അന്നത്തെ ഈ സംഭവത്തിന് ശേഷം മനുഷ്യന്മാരോട് വെറുപ്പായി. പക്ഷെ രാജാവിന്റെ 3 മക്കൾ ഫുക്കബോഷി, റീബോഷി, മാൻബോഷി ഇവരെല്ലാവരും ചേർന്ന് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി ഇത്രയും വർഷം കൊണ്ട് ഒരുപാട് ജനങ്ങളുടെ ഒപ്പ് വീണ്ടും വാങ്ങിയെടുത്തു. ഇപ്പൊ കഴിഞ്ഞുപോയ ഈ കഥകളെല്ലാം ജീംബെ സ്ട്രോങ്ഹാർട്സിന് പറഞ്ഞു കൊടുത്തതിന് ശേഷം ആർലോങ് നാമിയോടും അവളുടെ ഗ്രാമത്തിനോടും ചെയ്ത തെറ്റിന് ജീംബെ അവളോട് മാപ്പ് പറയുന്നു. പക്ഷെ അത് കേട്ട നാമി ആവട്ടെ ഞാൻ ആർലോങ്ങിനെ ഒരുപാട് വെറുക്കുന്നുണ്ട്, പക്ഷെ അതൊരിക്കലും നിങ്ങളെയല്ല, ആർലോങ് ചെയ്തതിന് നിങ്ങൾക്കൊരു ബന്ധവുമില്ല. ശരിയാണ്, ആർലോങ് എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി, പക്ഷെ ആ കഷ്ടപ്പാടുകൾക്കൊടുവിൽ ഞാൻ എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫ്രണ്ട്സിനെ ഞാൻ കണ്ടുമുട്ടിയത്. അതുകൊണ്ട് നിങ്ങളൊരു ഫിഷ്മാൻ ആയതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഒരിക്കലും വെറുക്കാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് സംഭവിച്ചത് എന്താണോ അതിനുവേണ്ടി നിങ്ങൾ മാപ്പ് പറയണ്ട. അത് കേട്ട ജീംബയുടെ കണ്ണ് നിറഞ്ഞു. അങ്ങനെ ജീംബയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഇനി ജീംബയ്ക്ക് ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി, ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഒതുക്കി തീർക്കുക. അപ്പൊ അവരുടെ അടുത്തുള്ള ഹാച്ചി നേരത്തെ ഹോഡി ജോൺസിന്റെ പ്ലാൻ എന്താണെന്ന് കേട്ടു. അതെന്താണെന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കും. ഹോഡി ജോൺസും മനുഷ്യന്മാരെ ഒരുപാട് വെറുക്കുന്നുണ്ട്. പണ്ട് ആർലോങ്ങിന് മനുഷ്യന്മാരെ വെറുപ്പായിരുന്നു. പക്ഷെ ഹോഡി ജോൺസിന്റേത് പോലെയൊന്നുമല്ല. ആർലോങ്ങിന് മനുഷ്യന്മാരോട് മാത്രമേ വെറുപ്പുള്ളൂ. സ്വാഭാവികമായും ആർലോങ്ങിന് മനുഷ്യന്മാരെ വെറുപ്പുണ്ടാവും. കാരണം മനുഷ്യന്മാർ അവരെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇത്രത്തോളം അവരുടെ ആൾക്കാരെയും ഉപദ്രവിച്ച മനുഷ്യന്മാരെ പിന്നെ വെറുക്കാതിരിക്കോ? ആർലോങ്ങിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് ശരിയാണ്. പക്ഷെ ഒറ്റൊരാൾ ചെയ്ത തെറ്റിനെ എല്ലാവരെയും പഠിക്കേണ്ട ആവശ്യമില്ല. അതാണ് ആർലോങ്ങിന് പറ്റിയ തെറ്റ്. ഒറ്റൊരു മനുഷ്യൻ അവരെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ആർലോങ് എല്ലാ മനുഷ്യന്മാരെയും കണ്ണടച്ച് വെറുത്തു. എന്നിരുന്നാലും ആർലോങ്ങിന് മനുഷ്യന്മാരോട് മാത്രമേ വെറുപ്പുള്ളൂ. എന്നാൽ നേരെ മറിച്ച് ഹോഡി ജോൺസിന് അങ്ങനെയല്ല. ഹോഡി ജോൺസിന് മനുഷ്യന്മാരെയും വെറുപ്പാണ്, മനുഷ്യന്മാരെ ഇഷ്ടപ്പെടുന്ന ഫിഷർമാൻസിനെയും വെറുപ്പാണ്. വേണ്ടി വന്ന ഹോഡി ജോൺസ് അവരെയും കൊല്ലും. അതായത് മനുഷ്യന്മാരെ ഇഷ്ടപ്പെടുന്ന ഫിഷർമാൻസിനെയും ഹോഡി ജോൺസ് കൊല്ലും, തന്റെ ആൾക്കാരെയും കൊല്ലും. ഇങ്ങനെ മനുഷ്യന്മാരെ വെറുക്കുന്ന ഹോഡി ജോൺസിന്റെ പ്ലാൻ അവിടുത്തെ ജനങ്ങൾ
ജനങ്ങളുടെ മുന്നിൽ വെച്ച് അവനും അവന്റെ ആൾക്കാരും കിങ് നെപ്റ്റ്യൂണിനെ കൊല്ലും. അതിനുശേഷം രാജാവിനെ ഇഷ്ടപ്പെടുന്ന അതുപോലെ മനുഷ്യരെ ഇഷ്ടപ്പെടുന്ന ഫിഷർമാൻസിനെയും ഹോഡി ജോൺസും അവന്റെ ആൾക്കാരും അവിടെ വെച്ച് കൊല്ലും. എന്നിട്ട് ഫിഷ്മാൻ ഐലൻഡിലെ പുതിയ രാജാവായിട്ട് മാറുന്ന അവൻ ഇവിടുത്തെ ജനങ്ങൾ കൊടുത്ത പെറ്റീഷൻ ഈ വർഷം നടക്കാൻ പോകുന്ന റൈവറിയിലേക്ക് എത്തിക്കില്ല. അത് അവിടേക്ക് എത്തിക്കാതിരിക്കാനാണ് അവന്റെ പ്ലാൻ. ഇതും കൂടാതെ റൈവറി നടക്കുന്ന സ്ഥലത്തേക്ക് ഹോഡി ജോൺസ് രാജാവാണല്ലോ, അതുകൊണ്ട് റൈവറി നടക്കുന്ന സ്ഥലത്തേക്ക് ഹോഡി ജോൺസും ചെല്ലും. എന്നിട്ട് അവിടെയുള്ള മനുഷ്യരെ മുഴുവൻ അവൻ കൊല്ലും. എന്നിട്ട് ലോകത്തിന്റെ തന്നെ രാജാവായിട്ട് അവൻ മാറും. അവന് മനുഷ്യന്മാരോടുള്ള പ്രതികാരം അവൻ തീർക്കും. ഇത്രയുമാണ് ഹോഡി ജോൺസിന്റെ പ്ലാൻ. ഇതിലെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ റൈവറി നടക്കുന്ന സ്ഥലത്തേക്ക് അവൻ പോയി കൊല്ലുമെന്ന് പറഞ്ഞില്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല അതൊരിക്കലും നടക്കാനും പോകുന്നില്ല. ഒരു രാജാവിനെ പിടിച്ചു കിട്ടിയെന്ന് വിചാരിച്ച് അവിടെ പോയി അത്രമാത്രം പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ അവനെ കൊണ്ട് കഴിയില്ല. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഇനിയും സമയമുണ്ടല്ലോ. സോ നമ്മുടെ സ്ട്രോ ഹാറ്റ്സും ജീബയും ബാക്കിയുള്ള എല്ലാവരും ഹോഡി ജോൺസിന്റെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കി. അതുപോലെ കൊട്ടാരത്തിലുള്ള ഹോഡി ജോൺസും അവന്റെ ആൾക്കാരും അവർ പിടിച്ചു വെച്ച സോറോ, ഊസോപ്പ്, ബ്രൂക്ക് ഇവരെ 3 പേരും ഒരു കൂട്ടിലടച്ച് ഒരു റൂമിൽ കെട്ടി തൂക്കിയിട്ടു. അതുപോലെ ആ റൂമിലേക്ക് വെള്ളം നിറച്ചു. എന്നിട്ട് ഹോഡി ജോൺസും അവന്റെ ആൾക്കാരും എല്ലാ ജനങ്ങളുടെ മുന്നിൽ വെച്ചും രാജാവിനെ കൊല്ലാൻ താഴേക്ക് വന്നു. ഇതേ സമയത്ത് സീ ഫോറസ്റ്റിന്റെ മറ്റേതോ ഒരു ഭാഗത്ത് നമ്മുടെ റോബിൻ അവൾ അന്വേഷിച്ചു വന്ന ആ പോണിഗ്ലിഫ് കണ്ടുപിടിച്ചു. ആ പോണിഗ്ലിഫ് വായിക്കുന്ന റോബിന് അത് അവൾ ഇതിനു മുമ്പ് വായിച്ച പോണിഗ്ലിഫുകൾ പോലെയല്ല എന്ന് മനസ്സിലായി. കാരണം ഇതിനു മുമ്പ് വായിച്ച പോണിഗ്ലിഫിൽ മുഴുവൻ കുറച്ച് ആൻഷ്യന്റ് ആയിട്ടുള്ള വെപ്പൺസിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. പ്ലൂട്ടോൺ, പൊസൈഡൻ അങ്ങനെയുള്ള 2 വെപ്പൺസിനെ കുറിച്ച്. പക്ഷെ ഈ ഒരു പോണിഗ്ലിഫില് ഏതോ ഒരു മനുഷ്യൻ ആരോടോ മാപ്പ് പറയുന്ന ഒരു ലെറ്റർ ആണുള്ളത്. അയാൾ ആരോടാണ് മാപ്പ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഇത് വായിക്കുന്ന റോബിന് മനസ്സിലാവുന്നില്ല. അതുപോലെ ആ പോണിഗ്ലിഫിലെ മാപ്പ് പറയുന്ന ആളുടെ പേര് ആരായി ജോയ് ബോയ്. എന്തായാലും ഇത് പോണിഗ്ലിഫിലുള്ള ഒരാളുടെ പേരാണ്. അപ്പൊ വൺ പീസുമായിട്ട് അയാൾക്ക് എന്തോ ഒരു ബന്ധമുണ്ട്. പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ആരായി ജോയ് ബോയ്. ഇപ്പൊ ഇവിടെ ജീംബെ ലൂഫിയോടും ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സിനോടും ഇവിടെ നടക്കുന്ന കാര്യത്തിലൊന്നും നിങ്ങൾ തലയിടാൻ വരണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ മനുഷ്യന്മാർ ഇതിലേക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് മനുഷ്യന്മാരോടുള്ള ദേഷ്യം കൂടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നാൽ മതി, എല്ലാ പ്രശ്നവും ഞാൻ ചെന്ന് ഒതുക്കി തീർത്തോളാം എന്ന് പറഞ്ഞ് ജീംബെ അവിടെ നിന്ന് ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങുകയാണ്. പക്ഷെ ലൂഫി അവൻ അവിടേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നു. കാരണം രാജാവിനെ പിടിച്ചു വെച്ചതോ ഹോഡി ജോൺസ് ഇവിടുത്തെ ആൾക്കാരെ കൊല്ലാൻ പോകുന്ന ഒന്നും ലൂഫിക്ക് പ്രശ്നമല്ല. പക്ഷെ ഹോഡി ജോൺസിന്റെ കയ്യിൽ അവന്റെ കൂട്ടുകാരുണ്ട്. അവന്റെ ഫ്രണ്ട്സും ഇപ്പോൾ ഹോഡി ജോൺസ് കാരണം പ്രശ്നത്തിലാണ്. അതുകൊണ്ട് മാത്രം ലൂഫി അവിടേക്ക് ഞാനും വരുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ ലൂഫി എത്ര പറഞ്ഞിട്ടും ജീംബെ അതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് രണ്ടുപേരും ഫൈറ്റ് ചെയ്യാണ്, ജയിക്കുന്ന ആൾക്ക് ഇവിടുന്ന് പോവാന്ന രീതിയിൽ. അങ്ങനെ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ ഓടി വരുമ്പോൾ അവിടേക്ക് തിരിച്ചു വരുന്ന റോബിൻ അവരെ രണ്ടുപേരെയും തടഞ്ഞു. എന്നിട്ട് എല്ലാവരും ചേർന്ന് സംസാരിച്ച് ഹോഡി ജോൺസിനെ തടയാനുള്ള ഒരു പ്ലാൻ ഇടുന്നു. ആ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഹോഡി ജോൺസ് ഉള്ള സ്ഥലത്തേക്ക് അവനെ തടയാൻ വേണ്ടി ജീംബയും ഷിറാഹോഷിയും അവരുടെ ഷാർക്കിന്റെ പുറത്ത് കയറി പോകും. അതുപോലെ ഷാർക്കിന്റെ വായിൽ നമ്മുടെ ലൂഫി ഒളിച്ചിരിക്കും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ജീംബയ്ക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മാത്രം ലൂഫി പുറത്തേക്ക് വരും. അതുപോലെ കൊട്ടാരത്തിൽ കുടുങ്ങി കിടക്കുന്ന സോറോ, ഊസോപ്പ്, ബ്രൂക്ക് ഇവരെ 3 പേരെയും സാഞ്ചി പോയി രക്ഷപ്പെടുത്തും. ഇത്രയുമാണ് അവരുടെ പ്ലാൻ. അങ്ങനെ ജീംബയും ഷിറാഹോഷിയും അവിടേക്ക് പോകുന്ന വഴിക്ക് വെച്ച് പെട്ടെന്ന് ഹോഡി ജോൺസിന്റെ ആൾക്കാര് അവരെ വലയിട്ട് പിടിച്ചു. എന്നിട്ട് അവരെ 2 പേരെയും കെട്ടിയിട്ടിട്ടാണ് ഹോഡി ജോൺസിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ അവിടെ വെച്ച് ഹോഡി ജോൺസ് ഞാൻ എല്ലാവരെയും കൊല്ലും, ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞ അവന്റെ പ്ലാൻ അവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞതിന് ശേഷം അവൻ പണ്ട് നടന്ന മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ അവനാണ് ക്വീൻ ഒട്ടോഹിമയെ കൊന്നതെന്ന്. അത് കേട്ട് അവിടെയുള്ള എല്ലാ ജനങ്ങളും അവൻ പിടിച്ചു വെച്ച രാജാവും രാജാവിന്റെ 3 മക്കളും കേട്ട് ഷോക്കായി. പക്ഷേ ഷിറാഹോഷി അത് കേട്ട് ഷോക്കാവുന്നില്ല. കാരണം അവളുടെ അമ്മ മരിച്ച ദിവസം മുതൽ അവളുടെ അമ്മയെ കൊന്നത് ആരാണെന്ന് അവൾക്കറിയായിരുന്നു. അന്ന് ആ സംഭവങ്ങളെല്ലാം അവളുടെ പെറ്റ് ഷാർക്ക് കണ്ടിരുന്നു. അത് അന്ന് തന്നെ അവളോട് വന്ന ആ ഷാർക്ക് പറഞ്ഞു. പക്ഷെ അവളുടെ അമ്മയുടെ പേരിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ച് അവൾ ആ കാര്യം ആരോടും പറഞ്ഞില്ല. ഇത്രയും കാലം ഷിറാഹോഷി ഈ ഒരു കാര്യം ആരോടും പറയാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ ഇതെല്ലാം കേൾക്കുന്ന ഹോഡി ജോൺസ് കെട്ടിവെച്ചിരിക്കുന്ന കിങ് നെപ്റ്റ്യൂണിനെ അറ്റാക്ക് ചെയ്ത് താഴെ ഇട്ടു. ഇതൊക്കെ കാണുന്ന ഫിഷർമാൻ ഐലൻഡിലെ കുട്ടികൾ അവിടെയുള്ള മാഡം ഷേർലിയോട് എപ്പോഴാണ് ആ പൈററ്റ് നമ്മുടെ ഐലൻഡ് നശിപ്പിക്കാൻ പോകുന്നത്, ഞങ്ങളോട് അതെപ്പോഴാ സംഭവിക്കാൻ പോകുന്നേ. അത് കേട്ട മാഡം ഷേർലി അത് അവർക്ക് അറിയില്ല എന്ന് പറയുന്നു. ആ കുട്ടികൾ അങ്ങനെ ചോദിക്കാൻ കാരണം ഈ ഐലൻഡ് ഇപ്പൊ നശിച്ചാൽ അതിന്റെ കൂടെ ഹോഡി ജോൺസ് ഇല്ലാതാവുമല്ലോ. അതുകൊണ്ടാണ് ആ കുട്ടികൾ എപ്പോഴാണ് ആ പൈററ്റ് വന്ന് ഈ ഐലൻഡ് നശിപ്പിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പൊ അവിടെയുള്ള എല്ലാ ജനങ്ങളും ഹേ സ്ട്രോ ഹാറ്റ് ലൂഫി, നിനക്ക് ഈ ഐലൻഡ് നശിപ്പിക്കണമെങ്കിൽ പിന്നെ നീ എന്തിനാ കാത്തു നിൽക്കുന്നേ, പെട്ടെന്ന് തന്നെ നശിപ്പിക്കേ, എത്രയും പെട്ടെന്ന് എല്ലാം തന്നെ ഇല്ലാതാക്ക്. നീ ഈ ഐലൻഡിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാം ഒന്ന് തീർക്ക്. സ്ട്രോ ഹാറ്റ് ഇവിടേക്ക് വാ, സ്ട്രോ ഹാറ്റ്, സ്ട്രോ ഹാറ്റ്, സ്ട്രോ ഹാറ്റ് എന്ന് പറഞ്ഞ എല്ലാ ജനങ്ങളും അവരുടെ ഐലൻഡ് നശിപ്പിക്കാൻ വേണ്ടി ലൂഫിയെ വിളിക്കുന്നു. അപ്പൊ ഇതൊക്കെ കേട്ട് ദേഷ്യം വരുന്ന ഹോഡി ജോൺസ് ആവട്ടെ പെട്ടെന്ന് തന്നെ രാജാവിനെ കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ അവന്റെ കത്തി കൊണ്ട് അവൻ രാജാവിനെ വെട്ടാൻ അടുത്തെത്തിയതും ലൂഫി സമ്മ എന്റെ അച്ഛനെ രക്ഷിക്ക് എന്ന് പറഞ്ഞ് ഷിറാഹോഷി കരഞ്ഞുകൊണ്ട് അലറി വിളിക്കുന്നു. പെട്ടെന്ന് ആ ഷാർക്കിന്റെ വായ്ക്കകത്ത് നിന്ന് ആരോ ഒരാൾ പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഹോഡി ജോൺസ് രാജാവിനെ വെട്ടുന്നില്ല. പെട്ടെന്ന് ആ ഷാർക്കിന്റെ അകത്ത് നിന്ന് നമ്മുടെ ലൂഫി പുറത്തേക്ക് വന്നു. ലൂഫി പുറത്തേക്ക് വന്ന ഒരു സെക്കൻഡ് പോലും താമസിച്ചില്ല. ഓടി വന്ന് ഹോഡി ജോൺസിന്റെ നെഞ്ചും കൂടി ചവിട്ടി പൊളിച്ചു. ഒറ്റ ചവിട്ടിനെ അവൻ പുറകിലുള്ള ഭിത്തിയിൽ പോയി അടിച്ചു കയറി. ഒരുമാതിരി 1.5 ചവിട്ട്. അപ്പൊ അവിടെ ഇത്രയും നേരം ഒളിച്ചിരുന്ന നാമിയും പുറത്തേക്ക് വന്നു. പണ്ട് ക്വീൻ ഒട്ടോഹിമയ്ക്ക് സെലസ്റ്റിയൽ ഡ്രാഗൺ കൊടുത്ത പേപ്പർ അത് ഹോഡി ജോൺസിന്റെ ആൾക്കാരുടെ കയ്യിലായിരുന്നു. പക്ഷെ എന്തും മോഷ്ടിക്കാൻ മിടിക്കുകയായ നമ്മുടെ നാമി അവരുടെ അടുത്ത് നിന്ന് അവര് പോലും അറിയാതെ ആ പേപ്പർ മോഷ്ടിച്ചെടുത്തു. കൂടാതെ അവരുടെ അടുത്ത് നിന്ന് കിങ്ങിനെയും മറ്റുള്ളവരെയും പൂട്ടിവെച്ച ചാവിയും നാമി എടുത്തു. അങ്ങനെ ആ ചാവി കൊണ്ട് റോബിൻ കിങ്ങിനെയും ബാക്കിയുള്ളവരെയും അഴിച്ചുവിട്ടു. ഇപ്പൊ ഹോഡി ജോൺസിന്റെ ആൾക്കാർ ഇതെല്ലാം കണ്ട് ഷോക്കായി നിൽക്കുന്ന സമയത്ത് ഫ്രാങ്കി 1000 സണ്ണി അവിടേക്ക് കൊണ്ടുവന്ന് താഴെ നിൽക്കുന്നവരെ സണ്ണിയിലുള്ള തോക്ക് കൊണ്ട് ഷൂട്ട് ചെയ്തു. അപ്പൊ 1000 സണ്ണിയുടെ കൂടെ അവിടേക്ക് രാജാവിന്റെ തിമിംഗലവും വരുന്നുണ്ട്. അങ്ങനെ അതിന്റെ പുറത്ത് കയറ്റി രാജാവ്
എല്ലാവരും അവിടുന്ന് കൊണ്ടുപോവാണ്. അവിടേക്ക് ഇടിച്ചിറങ്ങുന്ന നമ്മുടെ 1000 സണ്ണിയിലെ എല്ലാ സ്ട്രോ ഹാറ്റ്സും ഉണ്ട്. നമ്മുടെ സാഞ്ചി സോറോയും യൂസഫിനെയും ബ്രൂക്കിനെയും കൊട്ടാരത്തിൽ നിന്ന് നേരത്തെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. ഇപ്പൊ എല്ലാ സ്ട്രോ ഹാറ്റ്സും അവസാനം ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അങ്ങനെ അവരുടെ എല്ലാവരും ഒന്നൊന്നര എൻട്രി ഉണ്ട്. ഒരുപാട് കാലത്തിന് ശേഷമുള്ള സ്ട്രോ ഹാറ്റ്സിന്റെ ഒക്കെ ഒരു ഒന്നൊന്നര എൻട്രി. ലൂഫിക്ക് നേരെ ബാക്കിയുള്ള മെമ്പേഴ്സിന് നേരെ ലൂഫി നടന്നു വരുന്നു. ഒന്നെങ്കിൽ ജയിക്കണം അല്ലെങ്കിൽ മരിക്കണം, ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ. ഇതിൽ മരിക്കാൻ സ്ട്രോ ഹാറ്റ്സ് തയ്യാറല്ല. ഒരുപാട് പ്രാവശ്യം തോറ്റു, ഇനി തോൽക്കാൻ അവർ തയ്യാറല്ല. അതുകൊണ്ട് സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും ജയിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും എതിർത്ത് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഈ സമയത്ത് ലൂഫി ചവിട്ടി തെറിപ്പിച്ച ഹോഡി ജോൺസ് എണീറ്റ് വന്നു. എന്നിട്ട് അവരോട് ഒരുമാതിരി ഡയലോഗ്, നിങ്ങൾ ആകെ തികച്ച് 20 ആൾക്കാരില്ല, പിന്നെ എങ്ങനെ നിങ്ങൾ ജയിക്കും? ഞങ്ങളാവട്ടെ മൊത്തം 10,000 ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് മുട്ടി നിൽക്കാൻ പോലും പറ്റില്ല. നീ ഒരു സാധാരണ മനുഷ്യനാണ് സ്ട്രോ ഹാറ്റ്, എല്ലാ മനുഷ്യന്മാരെയും പോലെ ഒരു സാധാരണ മനുഷ്യൻ. അതുകൊണ്ട് കിങ് ഓഫ് ദ പൈററ്റ് ആവാൻ കൂടുതൽ ഞാനാണ് യോഗ്യൻ. അത് കേട്ട നമ്മുടെ ലൂഫി ആവട്ടെ കുറച്ച് മുന്നിലേക്ക് നടന്നു വന്ന് ഇത്രയും കാലം ഒരു ഐലൻഡിൽ ഒറ്റപ്പെട്ട് ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് ട്രെയിൻ ചെയ്തെടുത്ത കോൺക്രേഴ്സ് ഹാക്കി, ദ സുപ്രീം ഹാക്കി, അത് ഉപയോഗിച്ചു. ഉടനെ ഹോഡി ജോൺസ് 10,000 ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാരില്ലേ 5,000 ആൾക്കാർ അവിടെ വെച്ച് തന്നെ ബോധം കെട്ട് വീണു. ഹോഡി ജോൺസിന്റെ പകുതിയോളം വരുന്ന ആൾക്കാര് ലൂഫി ഒന്ന് തൊടാതെ തന്നെ താഴെ വീണു. ഹോഡി ജോൺസ് ആ പവറിന്റെ മുന്നിൽ ഒന്നുമല്ല, അവൻ ഞെട്ടിത്തരിച്ചു നിന്നുപോയി. ഹേയ്, നീയല്ലേ ഹോഡി ജോൺസ്? അതുകൊണ്ട് ആദ്യം ഞാൻ നിന്റെ ചന്തി അടിച്ചു പൊട്ടിക്കും. അതുപോലെ നിനക്ക് ഈ ലോകത്തുള്ള മറ്റേത് തരം കിങ് വേണമെങ്കിലും ആവാം, പക്ഷേ ഈ ലോകത്തിന് ഒരേ ഒരു കിങ് ഓഫ് ദി പൈററ്റ് മാത്രം മതി എന്ന് പറഞ്ഞ് ലൂഫി ചാടി വന്ന് ഗിയർ 3 ആക്ടിവേറ്റ് ചെയ്ത് ഹോഡി ജോൺസിന്റെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും അടിക്കാൻ തുടങ്ങി. അതുപോലെ സോറോ പഴയതുപോലെ ഒന്നുമല്ല, 3 സോൾ സ്റ്റൈലിന്റെ പവർ തന്നെ മാറിപ്പോയി. ഒറ്റ വെട്ടിന് 100-200 ആൾക്കാരെയൊക്കെ വെട്ടി താഴെ ഇട്ടു. അടുത്തത് സാഞ്ചി. ഇത്രയും നാളത്തെ സാഞ്ചിയുടെ സങ്കടം മാറ്റാൻ വേണ്ടി സാഞ്ചി കാല് കത്തിച്ച് ഡിയാബ്ലെ ജാംബ്ലെ എന്ന് പറഞ്ഞ എല്ലാത്തിനെയും ചാടി ചവിട്ടി. അതുപോലെ സാഞ്ചിക്ക് എയറിൽ ചവിട്ടി മുകളിലേക്ക് പോകാൻ പറ്റും. ഇത് സാഞ്ചിയുടെ പുതിയൊരു പവറാണ്. അടുത്തത് റോബിൻ. 2 ജയന്റ് ആയിട്ടുള്ള കാലൊക്കെ ഉണ്ടാക്കി എല്ലാത്തിനെയും ചവിട്ടി പരത്തി. അടുത്തത് ഫ്രാങ്കി കപ്പലിലുള്ള ചെറിയ ചെറിയ പാർട്സ് ഒക്കെ കൂട്ടിച്ചേർത്ത് അതൊരു റോബോട്ടിനെ പോലെ മാറ്റി അതിൽ കയറിയിരുന്ന് ഫൈറ്റ് ചെയ്തു. ഇനി അടുത്തത് നമ്മുടെ ടോണി ചോപ്പർ. പണ്ട് ചോപ്പറിന് 3 റംബിൾ ബോൾ തിന്നുമ്പോൾ അവന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി. ചോപ്പറിന് അവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചോപ്പറിന് അവനെ തന്നെ കൂടുതൽ മോഡിഫൈ ചെയ്യാൻ പറ്റി. ചോപ്പർ കൂടുതൽ അറ്റാക്കുകളും പഠിച്ചു. പഴയ പോലെ ജയന്റ് ആയിട്ട് മാറുന്ന ചോപ്പറിന് അവന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടില്ല. പകരം അവനെ തന്നെ കൺട്രോൾ ചെയ്ത് എല്ലാത്തിനെയും തൂക്കിയെടുത്തടിച്ചു. സ്ട്രോ ഹാറ്റ്സ് ആരും പഴയതുപോലെയല്ല, എല്ലാവർക്കും പുതിയ പവേഴ്സും ഉണ്ട്, ഒരുപാട് ശക്തിയുണ്ട്. ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ആദ്യം കണ്ട ക്രാക്കൻ, അതായത് ഒരു വലിയ നീരാളിയെ ലൂഫി ആദ്യം അടിച്ച് അതിനെ സുറുമ എന്നൊക്കെ പേര് കൊടുത്ത് ഫ്രണ്ട് ആക്കിയില്ലേ, ആ സുറുമെ ഹോഡി ജോൺസിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ അവിടേക്ക് വരുന്നു. പക്ഷെ ലൂഫിയെ കണ്ടപ്പോ സുറുമെ ലൂഫിയുടെ കൂടെ ചേർന്നു. എന്നിട്ട് ഷിറാഹോഷിയെ അറ്റാക്ക് ചെയ്യുന്നവരിൽ നിന്ന് സുറുമ അവളെ പ്രൊട്ടക്ട് ചെയ്തു. എന്നാൽ ഇത് കാണുന്ന ഹോഡി ജോൺസ് പെട്ടെന്ന് സുറുമയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നിന്റെ സഹോദരനിവിടെ അടുത്ത് തന്നെയുണ്ട്, അതുകൊണ്ട് എന്റെ ആൾക്കാരെ വിട്ട് അവനെ കൊല്ലണ്ടെങ്കിൽ നീ നിന്റെ അടുത്തുള്ള ഷിറാഹോഷിയെ കൊല്ല്. അത് കേട്ട സുറുമയ്ക്ക് വേറെ വഴിയില്ലാതെ സുറുമയെ ഷിറാഹോഷി ഞെരുക്കി കൊല്ലാൻ തുടങ്ങും. അപ്പൊ ലൂഫി സുറുമയ്ക്ക് വാക്ക് കൊടുക്കും, നിന്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് എനിക്കറിയാം, നിന്റെ അകത്തുള്ള സങ്കടം എത്രത്തോളം ഉണ്ടെന്നും എനിക്കറിയാം. നിന്റെ കൂടപ്പിറപ്പ്, നിന്റെ അനിയനായിക്കോട്ടെ നിന്റെ ചേട്ടനായിക്കോട്ടെ, അവര് മരിക്കാനാവുമ്പോ നിനക്ക് എത്രത്തോളം വേദന ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിനക്ക് ഞാനൊരു വാക്ക് തരാം, എന്തു വില കൊടുത്തും അവനെ ഞാൻ സംരക്ഷിക്കും എന്ന് ലൂഫി പറയുന്നത് കേൾക്കുന്ന സുറുമെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ഷിറാഹോഷിയെ വെറുതെ വിട്ടു. എന്നിട്ട് ലൂഫി ഹോഡി ജോൺസിന് നേരെ നടന്നു വരുമ്പോ ഹോഡി ജോൺസിന്റെ 2 ആൾക്കാര് ഇവനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ലൂഫിയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. പെട്ടെന്ന് ലൂഫിയുടെ 2 ചിറക് ചാടി വന്ന് അവരെ തടഞ്ഞു. വലതുഭാഗത്ത് നിന്ന് സോറോ, ഇടതുഭാഗത്ത് നിന്ന് സാഞ്ചി. ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ക്യാപ്റ്റനെ തൊടുവോ എന്നൊരു രീതിയിൽ 2 പേരും ചാടി വന്ന് ലൂഫിയെ അറ്റാക്ക് ചെയ്യാൻ വന്നവന്മാരെ അടിച്ചു തെറിപ്പിച്ചു. ഹോഡി ജോൺസിന് നേരെ നടന്നു വരുന്ന ലൂഫി ചാടി വന്നവന്റെ മുഖത്തിനിട്ട് ഒരു ഒറ്റയടി. ഹോഡി ജോൺസിന് തിരിച്ച് ലൂഫി ഒന്ന് തൊടാൻ പോലും പറ്റുന്നില്ല. പക്ഷെ ലൂഫി അവിടെ അവനെ നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു മാതിരി അടി. ഇതേ സമയത്ത് ഫിഷ്മാൻ ഡിസ്ട്രിക്റ്റിലുള്ള വാൻഡർ ഡക്കൻ ഷിറാഹോഷിയെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അവൻ പുതിയൊരു പ്ലാൻ ഉണ്ടാക്കും. അതെന്താണെന്ന് വെച്ചാൽ അവൻ എന്തെടുത്ത് എറിഞ്ഞാലും അത് ഷിറാഹോഷിയുടെ അടുത്തേക്ക് എത്തും. അതായത് ഇപ്പൊ അവന്റെ കൈ കൊണ്ട് അവൻ എന്തെങ്കിലും വലിയൊരു സാധനം തൊട്ടാൽ അത് ഷിറാഹോഷിയുടെ അടുത്തേക്ക് പോയിക്കോളും. സോ അതുകൊണ്ട് ഫിഷ്മാൻ ഡിസ്ട്രിക്റ്റിൽ ഒരു വലിയ കപ്പലുണ്ട്, ഫിഷ്മാൻ ഐലൻഡിന്റെ അത്രയും വലുപ്പമുള്ള ഒരു വലിയ കപ്പല്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഫിഷ്മാൻ ഐലൻഡിലെ ആൾക്കാര് അവിടെ നിന്ന് എല്ലാവർക്കും അതിൽ കയറി പുറം ലോകത്തേക്ക് പോകാനുണ്ടാക്കിയ ഒരു കപ്പലാണത്. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ആ കപ്പൽ അവിടെ കിടന്ന് പഴകി. ഇപ്പൊ അത്രയും വലിയൊരു കപ്പല് ഷിറാഹോഷിക്ക് നേരെ അയക്കാനാണ് വാൻഡർ ഡക്കന്റെ പ്ലാൻ. അങ്ങനെ അവന്റെ കൈ കൊണ്ട് ആ കപ്പലിലേക്ക് തൊട്ടു. ഉടനെ ആ കപ്പൽ ഷിറാഹോഷിയെ നോക്കി പോവാണ്. ഇവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക്, അതായത് ഇപ്പൊ ഷിറാഹോഷി എവിടെയാണല്ലോ ഉള്ളത് ആ സ്ഥലത്തേക്ക് ഇപ്പൊ ആ കപ്പലെത്തി. അത് കാണുന്ന കിങ് ഉൾപ്പെടെ എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. കാരണം അത് ചെറിയൊരു കപ്പലല്ല, അത്രയും വലിയ കപ്പലാണ്. കൂടാതെ അതിന് വലിയൊരു ചരിത്രമുണ്ട്. ഈ കപ്പലിന്റെ പേരാണ് നോവ. ഇത്രയും വലിയ കപ്പല് ഫിഷ്മാൻ ഐലൻഡിലേക്ക് വന്ന് വീണാൽ ഫിഷ്മാൻ ഐലൻഡ് മുഴുവനോട്ടും ഇല്ലാതാവും. അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് ഇത് കാണുന്ന ഷിറാഹോഷി എന്താ ചെയ്യാന്ന് വെച്ചാൽ പെട്ടെന്ന് ആ ഐലൻഡ് വിട്ട് പുറത്തേക്ക് പോവുകയാണ്. കാരണം അവളുടെ അടുത്തേക്കാണ് ആ കപ്പൽ വരുന്നത്. അതുകൊണ്ട് ഷിറാഹോഷി എവിടേക്കാണോ പോകുന്നത് അവിടേക്ക് ആ കപ്പലും പോവും. അതുകൊണ്ട് ഷിറാഹോഷി എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോവാണ്. അത് കണ്ട് നമ്മുടെ ലൂഫി അവളെ സഹായിക്കാൻ അവളുടെ പുറകെ പോകുന്നു. ഇപ്പൊ വാൻഡർ ഡക്കൻ ഈ ചെയ്തത് കണ്ട് ഹോഡി ജോൺസിന് ദേഷ്യം വന്നു. അതുകൊണ്ട് ഹോഡി ജോൺസും വാൻഡർ ഡക്കനെ കൊല്ലാൻ അവന്റെ പുറകെ പോവുകയാണ്. ഹോഡി ജോൺസ് വാൻഡർ ഡക്കനെ കൊന്നാൽ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കും, വാൻഡർ ഡക്കന്റെ പവർ ഇല്ലാതാവും. അതായത് ഷിറാഹോഷിയുടെ പുറകെ ആ കപ്പൽ പോകുന്നത് വാൻഡർ ഡക്കന്റെ പവർ കാരണമാണ്. അപ്പൊ അവന്റെ പവർ ഇല്ലാതായി
ഇല്ലാതാവുമ്പോ ആ കപ്പൽ അവളുടെ പുറകെ പോവാതെ നേരെ താഴേക്ക് വന്ന് വീഴും, അതായത് ഫിഷ്മാൻ ഐലൻഡിലേക്ക്. ഇപ്പൊ നമ്മുടെ ലൂഫി ഷിറാഹുഷിയെ സഹായിക്കാൻ അവന്റെ ദേഹത്ത് ഒരു ബബിൾ കോട്ട് ചെയ്ത് അവളുടെ പുറകെ പോകാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവന്റെ ബബിൾ കോട്ടിന്റെ പുറത്ത് വെള്ളം ആയതുകൊണ്ട് അവൻ വിചാരിച്ചതുപോലെ ഒന്നും അവന് പോകാൻ പറ്റുന്നില്ല. ആ സമയത്ത് അവനെ കണ്ട് അവന്റെ അടുത്തേക്ക് ഹോഡി ജോൺസ് വന്നു. എന്നിട്ട് ലൂഫിയെ അറ്റാക്ക് ചെയ്ത് അവന്റെ ദേഹത്തുള്ള ബബിൾ കോട്ട് പൊട്ടിച്ചു. അങ്ങനെ ലൂഫി വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടേക്ക് വന്ന ഫുക്കബോഷി ലൂഫിയെ രക്ഷപ്പെടുത്തി. ഫുക്കബോഷി ലൂഫിക്ക് വീണ്ടും ഒരു ബബിൾ കോട്ട് ഇട്ട് കൊടുത്തു. ഇത് കാണുന്ന ഹോഡി ജോൺസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ നേരെ വാൻഡർഡക്കന്റെ അടുത്തേക്ക് ചെന്ന് അവനെ കുത്തി. അങ്ങനെ വാൻഡർഡക്കന്റെ ബോധം പോയി. ഇപ്പൊ വാൻഡർഡക്കന് അവന്റെ ബോധം നഷ്ടപ്പെട്ടത് കാരണം അവന്റെ പവറും ഇല്ലാതായി. അതോടെ ഷിറാഹുഷിയുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്ന ആ കപ്പല്, ആ വലിയ നോവ, അത് നേരെ ഫിഷർമാൻ ഐലൻഡിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഹോഡി ജോൺസ് വീണ്ടും ഷിറാഹുഷിയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ലൂഫി ഹോഡി ജോൺസിനെ തടഞ്ഞ് അവനെ വീണ്ടും ഒരുപാട് അടിക്കും. ലൂഫിയുടെ ഓരോ അടിയും താങ്ങാൻ പറ്റാത്ത ഹോഡി ജോൺസ് അവന്റെ കയ്യിലുള്ള മൊത്തം എനർജി സ്റ്റിറോയിഡ് എടുത്ത് കഴിച്ചു. അങ്ങനെ അവന് ഒരുപാട് പവർ കിട്ടി, ഒരു മോൺസ്റ്ററിന്റെ രൂപത്തിലേക്ക് മാറി. ഈ സമയത്ത് താഴെയുള്ള രാജാവിന്റെ ആൾക്കാര് ഫിഷ്മാൻ ഐലൻഡിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന കപ്പൽ എങ്ങനെയെങ്കിലും നിർത്താൻ വേണ്ടി ഒരു വലിയ ബബിൾ കോട്ട് അതിന്റെ നേരെ ഇട്ടു. ആ ബബിൾ കോട്ട് വീഴുന്നതോടെ ആ കപ്പൽ എങ്ങനെയെങ്കിലും നിന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവരിങ്ങനെ ചെയ്തത്. ഇപ്പൊ ലൂഫിയെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഹോഡി ജോൺസിനെ ലൂഫി ഗിയർ 2 ആക്ടിവേറ്റ് ചെയ്ത് റെഡ് ഹോക്ക് എന്ന് പറയുന്ന ഒരു പുതിയ അറ്റാക്ക് കൊണ്ട് അവനെ ഒരു ഒറ്റയടിക്ക് അടിച്ച് താഴെ ഇടുന്നു. ഈ റെഡ് ഹോക്ക് എന്ന് പറയുന്ന ലൂഫിയുടെ പുതിയ അറ്റാക്ക് ഏറെക്കുറെ എയ്സിന്റെ അറ്റാക്ക് പോലെയാണ്. അതായത് എയ്സിന്റെ ഓർമ്മയ്ക്ക് ലൂഫി ഉണ്ടാക്കിയ പുതിയൊരു അറ്റാക്ക്. ആ അറ്റാക്ക് കൊണ്ട് താഴെ വീഴുന്ന ഹോഡി ജോൺസ് അവന്റെ കയ്യിലുള്ള ഒരുപാട് എനർജി സ്റ്റിറോയിഡ് വീണ്ടും എടുത്തു കഴിച്ചു. ഇപ്പൊ അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ആ ബബിൾ കോട്ട് ചെയ്ത വലിയ ഷിപ്പിന്റെ അകത്ത് നിന്നാണ്. അവിടെ വെച്ച് ലൂഫിക്ക് എങ്ങനെ വേണമെങ്കിലും ഫൈറ്റ് ചെയ്യാം, കാരണം ബബിൾ കോട്ട് ഉണ്ടല്ലോ. അതിന്റെ അകത്ത് ലൂഫിക്ക് വെള്ളത്തിന് പേടിക്കണ്ട. അങ്ങനെ ലൂഫി ഗിയർ 3 ആക്ടിവേറ്റ് ചെയ്ത് അതിൽ തന്നെ എലിഫന്റ് ഗൺ എന്ന് പറയുന്ന ഒരു പുതിയ അറ്റാക്ക് കൊണ്ട് ഹോഡി ജോൺസിനെ ആ വലിയ കപ്പൽ ചേർത്ത് ഒരു ഒറ്റയടി. എന്നിട്ടും ഹോഡി ജോൺസ് വീണില്ല. അതുകൊണ്ട് ലൂഫി ഗിയർ 3 ഗാറ്റ്ലിംഗ് ഉപയോഗിച്ച് ഹോഡി ജോൺസിനെ ആ ഷിപ്പ് ചേർത്ത് ഒരു മാതിരി അടി എന്നൊക്കെ പറഞ്ഞ വമ്പൻ അടി. ലൂഫിക്ക് ഇപ്പോൾ ഹോഡി ജോൺസിനെ മാത്രമല്ല തീർക്കേണ്ടത്, ഫിഷ്മാൻ ഐലൻഡിന്റെ മുകളിലേക്ക് വീഴാൻ പോകുന്ന ആ വലിയ ഷിപ്പ് ഇല്ലാതാക്കണം. അതുകൊണ്ടാണ് ലൂഫി ആ കപ്പൽ തകർക്കാനുള്ള രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നത്. ലൂഫി ഹോഡി ജോൺസിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവിടെയുള്ള ജനങ്ങളോട് മുഴുവൻ പറഞ്ഞൊരു വാക്കുണ്ട്, അവരെല്ലാവരും അവന്റെ ഫ്രണ്ട്സ് ആണെന്ന്. അതായത് അവർക്ക് വേണ്ടിയാണ് ലൂഫി ഫൈറ്റ് ചെയ്യുന്നത്, അവരെ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി. അത് കേട്ട ഫിഷ്മാൻ ഐലൻഡിലെ ജനങ്ങൾക്കാവട്ടെ ലൂഫി ബാക്കിയുള്ളവരെ പോലെയല്ല, അവർ ഇതുവരെ കണ്ട മനുഷ്യന്മാരെ പോലെയല്ല, അവൻ എന്തോ പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലായി. അവരെ സഹായിക്കാൻ വന്ന ഒരാളാണെന്ന് അവർക്ക് മനസ്സിലായി. ലൂഫി അവന്റെ സ്വന്തം ജീവൻ കളഞ്ഞിട്ടാണ് അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. അത് കാണുന്ന ഫിഷ്മാൻ ഐലൻഡിലെ ജനങ്ങൾക്ക് ലൂഫി വൈറ്റ് ബിയറിനെ പോലെ അവരെ സഹായിക്കാൻ വന്നവനാണെന്ന് തോന്നിപ്പോയി. അവരെല്ലാവരും മനുഷ്യന്മാരെ വെറുക്കുന്നുണ്ട്. പക്ഷെ ലൂഫി അവരെല്ലാവരും അവരുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ വാക്ക് കേട്ട് അവരുടെ കണ്ണ് നിറഞ്ഞു. എല്ലാവരും ആ ഐലൻഡ് വിട്ട് രക്ഷപ്പെടാനാണ് ഇപ്പൊ ശ്രമിക്കുന്നത്. പക്ഷെ ലൂഫി അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അവൻ അവരെ രക്ഷിക്കുമെന്നുള്ളൊരു വിശ്വാസം കൊണ്ട് ഒരുപാട് പേര് തിരിഞ്ഞോടി പോകുന്നില്ല. കാരണം അവർക്ക് വിശ്വാസമുണ്ട് അവരെ ലൂഫി രക്ഷപ്പെടുത്തുമെന്ന്. ഇപ്പൊ ലൂഫി അടിച്ച് ഹോഡി ജോൺസിനെ തോൽപ്പിച്ചു. എന്നിട്ടും ലൂഫി നിർത്താതെ ആ കപ്പൽ അടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൂഫി ഇവിടെ ഈ കപ്പൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെയുള്ള നമ്മുടെ ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സ് ഹോഡി ജോൺസിന്റെ കൂടെയുള്ള ആൾക്കാരെ അടിച്ച് നിരത്തി. സോറോ, സാഞ്ചി, ഊസോപ്പ്, നാമി, ചോപ്പർ, റോബിൻ, ഫ്രാങ്കി, ബ്രൂക്ക് ഇവരുടെയൊക്കെ കൂടെ ചേർന്ന് ജീംബയും ഹോഡി ജോൺസിന്റെ മുഴുവൻ ആൾക്കാരെയും തോൽപ്പിച്ചു. ഇപ്പൊ നമ്മുടെ ലൂഫി ആ കപ്പൽ നശിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ലൂഫി എങ്ങനെ വിട്ടാൽ അത് പ്രശ്നമാവും. കാരണം എന്താന്ന് വെച്ചാൽ നേരത്തെ ഹോഡി ജോൺസ് ലൂഫി അറ്റാക്ക് ചെയ്തപ്പോ അവന്റെ ദേഹത്ത് ഒരു വലിയ മുറിവായി. ഇപ്പൊ ആ മുറിവിൽ നിന്ന് ഒരുപാട് ചോര പോകുന്നുണ്ട്. അതുകൊണ്ട് ലൂഫി ആ കപ്പൽ നശിപ്പിക്കാൻ വീണ്ടും അടിച്ചുകൊണ്ടേ ഇരുന്നാൽ അവന്റെ ശരീരത്തിലുള്ള മുഴുവൻ രക്തവും നഷ്ടപ്പെട്ട് അത് അവന്റെ ജീവന് തന്നെ വലിയ പ്രശ്നമായിട്ട് മാറും. എന്നിരുന്നാലും ലൂഫി അതൊന്നും വകവെക്കാതെ ആ ഷിപ്പ് അടിച്ച് നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്ന് ലൂഫിയോട് ആരോ ഒരു കനത്ത ശബ്ദത്തിൽ അവനോട് നിർത്താൻ പറഞ്ഞു. അതുപോലെ അവന്റെ അടുത്തേക്ക് ഷിറാഹുഷി വന്ന് അവനോട് ഇത് നിർത്താൻ പറഞ്ഞു. കാരണം താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ആ വലിയ കപ്പല് എപ്പോഴും നിന്നു കഴിഞ്ഞു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് സീ മോൺസ്റ്റേഴ്സ് വന്ന് ആ കപ്പലിനെ പിടിച്ചു നിർത്തി. ആ സീ മോൺസ്റ്റേഴ്സ് എങ്ങനെ വന്നു, എവിടുന്ന് വന്നു, ആര് പറഞ്ഞിട്ട് വന്നു എന്നൊന്നും ഷിറാഹുഷിക്കും ലൂഫിക്കും അറിയില്ല. പക്ഷെ എന്തായാലും ആ കപ്പലിൽ നിന്നു. അതുപോലെ ഒരുപാട് രക്തം നഷ്ടപ്പെട്ട നമ്മുടെ ലൂഫിയുടെ ബോധം പോയി അവൻ താഴേക്ക് വീണു. ഈ സമയത്ത് ആ സീ മോൺസ്റ്റേഴ്സ് പരസ്പരം സംസാരിക്കുന്നു. എന്റെ അമ്മോ, എത്ര ശക്തിയുള്ള ഒരു മനുഷ്യൻ! നമ്മൾ കുറച്ചു നേരം കൂടെ വൈകിയിരുന്നെങ്കിൽ പോലും അവൻ ഈ ഐലൻഡിനെ രക്ഷപ്പെടുത്തിയേനെ. എന്നാലും നോവ മുഴുവനായിട്ടും നശിച്ചു പോയിട്ടില്ല. നമ്മൾ കൃത്യസമയത്താണ് വന്നത്. അല്ല, പ്രിൻസസ് ഷിറാഹുഷി നമ്മളെ വിളിച്ചത് കൃത്യസമയത്താണ്. എന്നിങ്ങനെ ആ സീ മോൺസ്റ്റേഴ്സ് പറയുന്നത് കേൾക്കുന്ന ഷിറാഹുഷിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോ ആ സീ മോൺസ്റ്റേഴ്സ് അവളോട് നിങ്ങളുടെ മനസ്സിൽ സ്ട്രോ ഹാറ്റിനെയും ഈ ഐലൻഡിനെയും രക്ഷിക്കണമെന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് വന്നു. ഞങ്ങളുടെ ശക്തി എന്ന് വെച്ചാൽ അത് നിങ്ങളുടെയും ശക്തിയാണ്. നിങ്ങൾ വിളിച്ചതുകൊണ്ടാണ് അവനെ ഞങ്ങൾ രക്ഷപ്പെടുത്താൻ വന്നത്. ഞങ്ങൾ നിങ്ങളുടെ പുനർജന്മത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഈ കപ്പൽ ഉണ്ടാക്കിയത് തന്നെ ഞങ്ങൾ വലിച്ചു മുന്നോട്ട് കൊണ്ടുപോകാനാണ്. ഒരുപാട് വർഷങ്ങൾ കൂടുമ്പോൾ ഞങ്ങളുടെ രാജകുമാരി ഒരു മെർമെയ്ഡായി ജനിക്കും. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് ഒരുപാട് വർഷം അത് സംഭവിച്ചില്ല. പക്ഷെ ഞങ്ങളുടെ രാജകുമാരിയായിട്ട് നിങ്ങൾ ജനിച്ചു എന്നിങ്ങനെ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആ കപ്പലിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ബബിൾ കോട്ട് താഴെയുള്ള ഫിഷ്മാൻ ഐലൻഡിന്റെ ബബിൾ കോട്ടുമായിട്ട് ചേർന്നു. അതുകൊണ്ട് ഇനി ലൂഫിക്ക് വെള്ളത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇത് മനസ്സിലാക്കുന്ന ഷിറാഹുഷി ആ സീ മോൺസ്റ്റേഴ്സിനോടൊന്നും പറയാൻ പറ്റാതെ പെട്ടെന്ന് ലൂഫിയെ പോയി രക്ഷപ്പെടുത്തി. ഇപ്പൊ വലിയ കപ്പൽ വലിച്ചുകൊണ്ട് പോകുന്ന സീ മോൺസ്റ്റേഴ്സ് ഒരു കാര്യം പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവര് സംസാരിക്കുന്നത് ലൂഫി കേട്ടെന്ന്. അതായത് സീ മോൺസ്റ്റേഴ്സ് സംസാരിക്കുന്നത് ഷിറാഹുഷിക്ക് അല്ലാതെ മറ്റാർക്കും കേൾക്കാൻ പറ്റില്ല. പക്ഷെ അത് ലൂഫി കേട്ടു. അതായത് ലൂഫി അവര് സംസാരിക്കുന്നത് കേട്ടു എന്ന്.
എന്ന്. ഈ ഒരു കാര്യം പരസ്പരം പറയുന്ന ആ സീ മോൺസ്റ്റേഴ്സിന് പണ്ട് ഇതുപോലെ നടന്നൊരു സംഭവം ഓർമ്മ വന്നു. എന്താണെന്ന് വെച്ചാൽ ഗോൾഡി റോജറും അദ്ദേഹത്തിന്റെ ക്രൂവും കടലിന്റെ അടിയിലൂടെ ബബിൾ കോട്ട് ചെയ്ത് പോകുന്ന സമയത്ത് ഈ സീ മോൺസ്റ്റേഴ്സ് പരസ്പരം സംസാരിക്കുന്നത് അവരുടെ കൂട്ടത്തിലെ ഗോൾഡി റോജർ മാത്രം കേട്ടു. റെയ്ലി, നീ ആരെങ്കിലും സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ? പക്ഷെ എനിക്ക് കേൾക്കുന്നുണ്ടാ, ആരോ സംസാരിക്കുന്നുണ്ട്. ആരാണെങ്കിലും ധൈര്യമുള്ള മക്കളാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വാ. ആരാടാ കടലിന്റെ അടിയിൽ സംസാരിക്കുന്നേ? വന്ന് നിന്റെ മുഖം കാണിക്കടാ എന്ന് പറയുന്ന ഗോൾഡി റോജർ മാത്രം അന്ന് അവര് സംസാരിക്കുന്ന കാര്യം കേട്ടു. അതെങ്ങനെ ഗോൾഡി റോജറിന് മാത്രം കേട്ടു? ഇപ്പൊ അവര് സംസാരിക്കുന്നത് നമ്മുടെ ലൂഫിക്കും കേൾക്കുന്നുണ്ട്. അതെങ്ങനെ? ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സീ മോൺസ്റ്റേഴ്സ് അവര് വലിച്ചുകൊണ്ട് വരുന്ന ആ വലിയ കപ്പൽ, ആ നോവ, അത് സീ ഫോറസ്റ്റിലേക്ക് കൊണ്ടുവന്നു വെച്ചു. ഈ കപ്പൽ മുഴുവനായിട്ടും നശിച്ചിട്ടില്ല. നമ്മൾക്കിത് വീണ്ടും ഒരു ദിവസം ശരിയാക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ തന്നെ ഇത് പുറത്തേക്ക് കൊണ്ടുപോകും. എന്നിരുന്നാലും ഇത് പുതിയൊരു കാലഘട്ടമല്ലേ, ചിലപ്പോ ഇത് ശരിയായേക്കാം, ചിലപ്പോ ഇത് ശരിയാവും. പണ്ട് വാക്ക് കൊടുത്ത സമയം എത്തുമ്പോ എന്ന് പറഞ്ഞ സീ മോൺസ്റ്റേഴ്സ് ആ കപ്പൽ അവിടെ വെച്ചിട്ട് അവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഇപ്പൊ ഫിഷ്മാൻ ഐലൻഡിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറി. ജനങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ സന്തോഷമായി. അതുപോലെ ഹോഡി ജോൺസിനെ അവന്റെ ആൾക്കാരെയും പിടിച്ചടച്ചു വെച്ചു. ഇവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് നേരത്തെ മെർമേഡുകളെ തട്ടിക്കൊണ്ടുപോയവൻ കൊട്ടാരത്തിൽ അവരെ വിട്ടിട്ട് കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ ട്രഷറും മോഷ്ടിച്ചു. പക്ഷെ അവൻ തട്ടിക്കൊണ്ടുപോയ മെർമേഡുകൾക്ക് യാതൊരു പ്രശ്നമില്ല. ഇവിടെ ബോധം നഷ്ടപ്പെട്ട നമ്മുടെ ലൂഫിക്ക് അവന്റെ ശരീരത്തിൽ നിന്ന് ഒരുപാട് രക്തം പോയിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് ലൂഫിക്ക് ആരെങ്കിലും രക്തം കൊടുക്കണം. ലൂഫിയുടെ രക്തം അവന്റെ ക്രൂവിലുള്ള ആർക്കും ഇല്ല. അതുകൊണ്ട് ഇനി അവരെന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുന്ന ഈ സമയത്ത് പെട്ടെന്ന് ജീംബെ മുന്നോട്ട് വന്ന് മനുഷ്യന്മാർക്ക് രക്തം കൊടുക്കാൻ പാടില്ല എന്നുള്ള നിയമങ്ങളൊക്കെ തട്ടിമാറ്റി ജീംബെ ലൂഫിക്ക് തന്റെ രക്തം കൊടുത്തു. ഇനി ഇതൊരു പുതിയ തുടക്കമാവട്ടെ. അങ്ങനെ ലൂഫി പതിയെ ചിരിച്ചു. അങ്ങനെ ഫിഷ്മാൻ ഐലൻഡിന് ഇപ്പൊ യാതൊരു പ്രശ്നവുമില്ല. എല്ലാം പഴയതുപോലെയായി, എല്ലാം ശരിയായി. കണ്ണു തുറക്കുന്ന നമ്മുടെ ലൂഫി ആദ്യം പറയുന്നത് ജീംബെയോട് അവരുടെ ക്രൂവിലേക്ക് ജോയിൻ ചെയ്യാനാണ്. പക്ഷെ ജീംബെ ലൂഫിയോട് തൽക്കാലം അവനിപ്പോ ചേരാൻ പറ്റില്ല എന്ന് പറയുന്നു. കാരണം ജീംബെക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അത് തീർത്ത് കഴിയുമ്പോൾ ജീംബെ മുഴുവനായിട്ടും ഫ്രീ ആവും. അന്ന് വീണ്ടും ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണാൻ വരും എന്ന് പറഞ്ഞ് ജീംബെ ലൂഫിക്ക് ഒരു പ്രോമിസ് കൊടുത്തു. ഇതിനുശേഷം ഫൈറ്റ് ഒക്കെ ഇപ്പൊ തീർന്നല്ലോ. ഇനി നിങ്ങൾക്കെല്ലാം അറിയാം അടുത്തത് എന്താണെന്ന്. ഒരു 1.5 പാർട്ടി. അത് തന്നെ സ്ട്രോ ഹാറ്റ്സിനെ എല്ലാവരെയും കൊട്ടാരത്തിലേക്ക് വിളിച്ച് ഒരു വലിയ പാർട്ടി നടത്തി. ബ്രൂക്കിന്റെ പാട്ടും ഡാൻസും സോറോയ്ക്ക് വേണ്ടതുപോലെ മദ്യവും അങ്ങനെ എല്ലാം ചേർന്ന ഒരു വലിയ പാർട്ടി. ഇങ്ങനെ എല്ലാവരും പാർട്ടി ആഘോഷിക്കുന്ന ഈ സമയത്ത് റോബിൻ രാജാവിനോട് അവള് കണ്ട കാര്യം ചോദിക്കുകയാണ്. ആരാണ് ജോയ് ബോയ്? സീ ഫോറസ്റ്റിലെ പോണിഗ്ലിഫിൽ ഞാൻ എല്ലാ കാര്യവും വായിച്ചു. ഇനി പറ, അയാൾ ആരോടാണ് മാപ്പ് പറയുന്നത്? അത് കേട്ട രാജാവ് ആവട്ടെ ഒന്നും മറച്ചു വെക്കുന്നില്ല. ഞാൻ പറയാം, അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യവും ഞാൻ നിങ്ങളോട് പറയാം. കാരണം നിങ്ങൾ എനിക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞ രാജാവ് ജോയ് ബോയ് ആരാണെന്ന് പറയുന്നു. വോയിഡ് സെഞ്ചുറി എന്നറിയപ്പെടുന്ന കാലത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ജോയ് ബോയ്. നിങ്ങൾ ആ പോണിഗ്ലിഫിൽ വായിച്ചത് ജോയ് ബോയ് അന്നുണ്ടായിരുന്ന മെർമെയ്ഡ് പ്രിൻസസിന് എഴുതിയ കത്താണ്. മെർമെയ്ഡ് പ്രിൻസസിനും ഫിഷ്മാൻ ഐലൻഡിനും അയാൾ കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അയാൾ മാപ്പ് പറയുന്നത്. പക്ഷെ ഒരു ദിവസം ജോയ് ബോയ്ക്ക് പകരം ഒരാൾ വരും. ജോയ് ബോയ് കൊടുത്ത വാക്ക് പാലിക്കാൻ, അയാളുടെ വാക്ക് നിറവേറ്റാൻ. ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ റോയൽ ഫാമിലി ആ വലിയ കപ്പൽ നോവ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വരുന്നത്. അതാണ് ഞങ്ങളുടെ പ്രോമിസ്. കൃത്യസമയം എത്തുമ്പോൾ നോവ അതിന്റെ കടമ നിറവേറ്റും. ഇത് കേട്ട റോബിൻ രാജാവിനോട് അപ്പൊ ജോയ് ബോയ്ക്കും സീ മോൺസ്റ്റേഴ്സിനോട് സംസാരിക്കാനുള്ള പവർ ഉണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ രാജാവ് റോബിനോട് ഇല്ല, ജോയ് ബോയ്ക്ക് ആ പവർ ഇല്ല. പക്ഷേ ജോയ് ബോയുടെ കാലത്തുണ്ടായിരുന്ന മെർമെയ്ഡ് പ്രിൻസസിന് ആ ശക്തി ഉണ്ടായിരുന്നു. ആ ശക്തി ഇപ്പൊ ഷിറാഹുഷിക്കുണ്ട് എന്ന് രാജാവ് റോബിനോട് പറയുന്നു. അപ്പൊ റോബിൻ 2 വർഷങ്ങൾക്ക് മുമ്പ് സ്കൈ ഐലൻഡിൽ വെച്ച് ഞാൻ ഇതുപോലൊരു പോണിഗ്ലിഫ് വായിച്ചു. അതിൽ പൊസൈഡൻ എന്ന് പറയുന്ന ഒരു ആൻഷ്യൻ വെപ്പന്റെ പേരുണ്ട്. അതുപോലെ വെപ്പൺ ഇരിക്കുന്ന സ്ഥലം ഇവിടെയാണെന്നാണ് കാണിച്ചത്. അതായത് ഷിറാഹുഷിയുടെ മറ്റൊരു പേര് ആൻഷ്യൻ വെപ്പൺ പൊസൈഡൻ എന്നാണ്. ഇത് കേട്ട രാജാവ് റോബിനോട് ദൈവങ്ങളുടെ പേരുള്ള മൊത്തം 3 ആൻഷ്യൻ വെപ്പൺസ് ഉണ്ട്. പ്ലൂട്ടോൺ, യുറാനസ്, അതുപോലെ പൊസൈഡൻ എന്ന് പറഞ്ഞ രാജാവ് അദ്ദേഹത്തിന് അറിയുന്ന എല്ലാ കാര്യങ്ങളും റോബിന് പറഞ്ഞു കൊടുത്തു. എന്നാൽ ഇവര് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ കരീബോ ഒളിച്ചിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. നേരത്തെ മെർമേഡുകളെ തട്ടിക്കൊണ്ടുപോയി അവരെ കൊട്ടാരത്തിൽ വെച്ച് കൊട്ടാരത്തിലുള്ള ട്രഷറൊക്കെ മോഷ്ടിച്ച കരീബോ അവനിപ്പോ ഇവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒളിച്ചിരുന്ന് കേട്ടു. ഇനി അവന്റെ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ആൻഷ്യൻ വെപ്പണായ പൊസൈഡൻ, അതായത് ഷിറാഹുഷിയെ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോകാനാണ്. ഇതേ സമയത്ത് ജീംബെ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ അവര് 2 വർഷം ട്രെയിനിങ്ങിന് പോയ സമയത്ത് ഈ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. വൈറ്റ് ബിയറിനെ കൊന്ന ബ്ലാക്ക് ബിയർഡ് 4 എംബറേഴ്സിലെ ഒരു എംബർ ആയിട്ട് മാറി. അങ്ങനെ ഇപ്പോൾ ഉള്ള 4 എംബറേഴ്സ് ആരൊക്കെയെന്ന് വെച്ചാൽ ഒന്നാമത്തെ കൈഡോ, രണ്ടാമത്തെ ബിഗ് മോം, മൂന്നാമത്തെ ഷാങ്സ്, അടുത്തത് പുതിയതായിട്ട് ചേർന്ന ബ്ലാക്ക് ബിയർഡ്. ഇവര് 4 പേരുമാണ് പുതിയ എംബറേഴ്സ്. അതുപോലെ മറൈൻ ഫോർട്ടിൽ നടന്ന യുദ്ധത്തിന് ശേഷം ഫ്ലീറ്റ് അഡ്മിറൽ ആയിരുന്ന സെങ്കോക്കു രാജിവെച്ചു. അതുകൊണ്ട് അടുത്ത ഫ്ലീറ്റ് അഡ്മിറൽ ആവാൻ യോഗ്യത അഡ്മിറൽസ് ആയിരുന്ന അക്കൈനുവിനും ഔക്കീജിക്കുമാണ്. അതുകൊണ്ട് രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്താൻ വേണ്ടി ഒരു ഐലൻഡിൽ വെച്ച് ഫൈറ്റ് ചെയ്തു. ആ ഫൈറ്റിൽ ജയിച്ചത് അക്കൈനുവാണ്. അതുകൊണ്ട് അക്കൈനു ഫ്ലീറ്റ് അഡ്മിറൽ ആയിട്ട് മാറി. അതുപോലെ അക്കൈനുവിന് വേണ്ടി പണിയെടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഔക്കീജി നേവിയിൽ നിന്ന് രാജിവെച്ചു. നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ട്രെയിനിങ്ങിന് പോയ ഈ 2 വർഷം ഇത്രയാണ് സംഭവിച്ചത്. ഈ സമയത്ത് കരീബോ ആവട്ടെ ഷിറാഹുഷിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് നമ്മുടെ ലൂഫി, സോറോ, സാഞ്ചി ഇവര് 3 പേരും നേരിട്ട് കണ്ടു. പിന്നെ പറയണ്ടല്ലോ, കരീബോയുടെ കാര്യം കട്ടപ്പോക. അവര് കരീബോയെ അടിച്ചു എന്ന് മാത്രമല്ല, അവൻ കൊട്ടാരത്തിൽ നിന്ന് മോഷ്ടിച്ച മുഴുവൻ ട്രഷറും അവരെടുത്തു. അവര് വെറുതെ എടുത്തൊന്നുമല്ല, അതിന് രാജാവ് സമ്മതിക്കുന്നുണ്ട്. അവരെ രക്ഷപ്പെടുത്തിയ ആൾക്കാർക്ക് ഒരു സമ്മാനം എന്ന രീതിയിൽ. ഇതിനുശേഷം അവിടേക്ക് ബിഗ് മോമിന്റെ 2 ആൾക്കാർ വന്നു. എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ ഐലൻഡ് പ്രൊട്ടക്ട് ചെയ്യുന്നത് ബിഗ് മോം ആണല്ലോ. അതുകൊണ്ട് ബിഗ് മോമിന് അവർ കൊടുക്കാന്ന് പറഞ്ഞ മുട്ടായി വാങ്ങിക്കൊണ്ട് പോവാൻ. പക്ഷെ കഴിഞ്ഞ ഫൈറ്റില് ബിഗ് മോമിന് വേണ്ടി മുട്ടായി ഉണ്ടാക്കുന്ന ഫാക്ടറി നശിച്ചുപോയി. അതുകൊണ്ട് ഈ പ്രാവശ്യം മുട്ടായി ഒന്നും ഇല്ലാന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ ബിഗ് മോമിന്റെ ആൾക്കാരാവട്ടെ ഞങ്ങൾക്ക് വേണ്ട
സാധനങ്ങൾ തന്നിട്ടില്ലെങ്കിൽ ബിഗ് മാമിന് ദേഷ്യം വരും, പിന്നെ ബിഗ് മാം ഈ ഐലൻഡ് മുഴുവൻ നശിപ്പിക്കും എന്ന് പറഞ്ഞ് ബിഗ് മാമിന്റെ ആൾക്കാർ അവരെ ഭീഷണിപ്പെടുത്തുന്നു. അതേ സമയത്ത് തന്നെ ട്രാൻസ്പോണ്ടർ സ്നെയിൽ വഴി ബിഗ് മാം അവിടേക്ക് വിളിക്കുന്നുണ്ട്. അപ്പൊ ബിഗ് മാമിന്റെ ആൾക്കാർ പെട്ടെന്ന് ഫോൺ എടുക്കാൻ വരുമ്പോ നമ്മുടെ ലൂഫി ആ ഫോൺ കയറി എടുത്തു. ഹലോ, ഇത് ബിഗ് മാം അല്ലേ? ഞാൻ മൂങ്കി ഡി ലൂഫി, ഞാനാണ് കിങ് ഓഫ് ദ പൈററ്റ് ആവാൻ പോകുന്നവൻ. അത് കേട്ട് തിരിച്ച് ബിഗ് മാം, നീയാണല്ലേ ഗാർപ്പിന്റെ പേരക്കുട്ടി. അപ്പൊ ലൂഫി ബിഗ് മാമിനോട്, ഇവിടെ നിനക്ക് മുട്ടായും തേങ്ങയൊന്നുമില്ല, അതെല്ലാം എടുത്ത് ഞാൻ അങ്ങ് തിന്നു. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, അതിന് പകരം എന്റെ കയ്യിലുള്ള ട്രഷർ ഞാൻ നിങ്ങൾക്ക് തരാം. ആ മുട്ടായിക്ക് പകരം നിങ്ങൾ ഈ ട്രഷർ എടുത്തോ. ഡാ പിയർ പയ്യ, എനിക്ക് എന്താ ഇഷ്ടമില്ലാത്തത്, എനിക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് നീ തീരുമാനിച്ചാൽ മതിയോ? എന്തായാലും നീ പറഞ്ഞ കാര്യം ഞാൻ സമ്മതിച്ചു. അതുപോലെ ഫിഷ്മാൻ ഐലൻഡിലെ ആൾക്കാർ ഞാനൊന്നും ചെയ്യുന്നില്ല, പകരം നിന്നെ എനിക്ക് വേണം. മൂങ്കി ഡി ലൂഫി, ഞാൻ നിന്റെ ഈ പേര് ഓർത്തു വെക്കാം എന്ന് ലൂഫിയോട് ബിഗ് മാം. എന്നാ എനിക്ക് വേണ്ടി നീ അവിടെ കാത്തിരുന്നോ, നിനക്ക് വേണ്ടി ഞാൻ അവിടേക്ക് വരുന്നുണ്ട്. ഈ സ്ഥലം മുഴുവൻ നിന്റെ കയ്യിൽ വിട്ടിട്ട് പോകുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ നിന്നെ ന്യൂ വേൾഡിൽ വെച്ച് കണ്ടുപിടിക്കും, നിന്റെ ചാന്തി അടിച്ച് പൊട്ടിക്കുകയും ചെയ്യും. എന്നിട്ട് ഈ ഫിഷ്മാൻ ഐലൻഡ് എന്റെ ടെറിട്ടറി ആക്കി ഞാൻ മാറ്റും എന്ന് പറഞ്ഞ് നമ്മുടെ ലൂഫി നമ്മുടെ ക്യാപ്റ്റൻ ബിഗ് മാമിനെ വെല്ലുവിളിച്ചു, ഒരു എംപററിനെ വെല്ലുവിളിച്ചു. തുടർന്ന് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് അവിടെ നിന്ന് പോവാണ്. അപ്പൊ ആ ഫിഷ്മാൻ ഐലൻഡിലെ മിനിസ്റ്റർ നാമിക്ക് ഒരു പ്രത്യേക തരം ലോഗ് പോസ് കൊടുത്തു. 3 ഭാഗത്തേക്കും വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു പുതിയ ലോഗ് പോസ്. അതായത് ഈ ലോഗ് പോസിലുള്ള 3 നീഡില് 3 ഭാഗത്തേക്കുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണിച്ചു കൊടുക്കും. അവർക്ക് ന്യൂ വേൾഡിൽ സഞ്ചരിക്കണമെങ്കിൽ ഈ പുതിയ ലോഗ് പോസ് വേണം. ഈ ലോഗ് പോസിൽ 3 വഴി കാണിക്കും. അതായത് ഇവർക്ക് വേണമെങ്കിൽ 3 വഴിയിലൂടെ പോവാം. അവർ ഇതുവരെ വന്ന സ്ഥലത്തെ പോലെയല്ല ന്യൂ വേൾഡ്. ന്യൂ വേൾഡിൽ 3 ഡയറക്ഷൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെ അവർക്ക് പോവാം. അങ്ങനെ അവർ തിരഞ്ഞെടുക്കുന്ന വഴി ചിലപ്പോൾ നല്ല വഴിയായിരിക്കാം, ചിലപ്പോൾ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയായിരിക്കാം. എന്നിരുന്നാലും എല്ലാം അവർ തിരഞ്ഞെടുക്കുന്നത് പോലെ ഇരിക്കും. അതുകൊണ്ട് നോക്കിയും കണ്ടും വഴി തിരഞ്ഞെടുത്താൽ അവർക്ക് നല്ല വഴിയിലൂടെ പോകാൻ പറ്റും. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ആ മിനിസ്റ്റർ നാമിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നമ്മുടെ ലൂഫിയും കേട്ടു. നമ്മുടെ ലൂഫിയുടെ കാര്യം അറിയാലോ, ക്യാപ്റ്റന് ഏറ്റവും നല്ല വഴിയിലൂടെ പോകുന്നത് അത്ര ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ക്യാപ്റ്റൻ എപ്പോഴും അഡ്വഞ്ചർ, ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള വഴി എപ്പോഴും വേണം. അതുകൊണ്ട് ലൂഫി നാമിയെ ചുറ്റിപ്പിടിച്ചു. എന്നിട്ട് ലൂഫി ആ കോമ്പസിൽ ഏറ്റവും കൂടുതൽ അനങ്ങുന്ന നീഡിൽ നോക്കിയിട്ട് ആ വഴി തന്നെ പോകാൻ പറഞ്ഞു. കാരണം ഏറ്റവും കൂടുതൽ അനങ്ങുന്ന നീഡിലായിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള വഴി. അതുകൊണ്ട് ക്യാപ്റ്റൻ അവിടേക്ക് തന്നെ വെച്ച് പിടിക്കാൻ തീരുമാനിച്ചു. ശേഷം ലൂഫി എല്ലാവരോടും യാത്ര പറഞ്ഞു. എന്നിട്ട് അവരവിടുന്ന് പോകുന്നതിന് മുമ്പ് ഷിറാവോഷി ലൂഫിയോട് അവൾക്കും പുറം ലോകം കാണണമെന്ന് പറഞ്ഞു. അവൾക്കും ലൂഫിയെ പോലെ അഡ്വഞ്ചർ ചെയ്യണം. ഇത് കേട്ട ലൂഫി അടുത്ത പ്രാവശ്യം എന്തായാലും അവൻ അവളെ പുറത്തേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്തു. ലൂഫി മാത്രമല്ല, സോറോ ഒഴികെ ബാക്കിയുള്ള എല്ലാ സ്ട്രോ ഹാറ്റ്സും അവർക്ക് വാക്ക് കൊടുത്തു. തുടർന്ന് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും ഫിഷ്മാൻ ഐലൻഡ് വിട്ട് പുറത്തേക്ക് എത്തി. ഇനി അവർ പോകുന്നത് ന്യൂ വേൾഡിലേക്കാണ്. അവിടെ വെച്ച് ലൂഫി എന്തായാലും ഷാങ്സിനെ കാണുമെന്ന് വിചാരിക്കുന്നു. അവരെല്ലാവരും ഇപ്പോൾ ഒരുപാട് ദൂരം, ഒരുപാട് പ്രതിസന്ധികൾ മറികടന്ന്, ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ട്, പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച്, ഓരോരോ സ്ഥലങ്ങൾ കണ്ട് എല്ലാവരും ഇപ്പൊ ഒരുപാട് ദൂരത്തേക്ക് എത്തി. അങ്ങനെ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് അവരിപ്പോ കടക്കാൻ പോവുകയാണ്. ഈ ഒരു യാത്രയിൽ ലൂഫി ഒറ്റയ്ക്കല്ല, അവന്റെ കൂടെ അവന്റെ ഫ്രണ്ട്സും ഉണ്ട്. ക്യാപ്റ്റൻ പറഞ്ഞാൽ എന്തിനേയും വെട്ടിമുറിക്കാൻ പാകത്തിനുള്ള ഒരു വൈസ് ക്യാപ്റ്റൻ ഉണ്ട്, റോറോ നോവ സോറോ. ലൂഫിക്ക് വയറ് നിറച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ, വേണ്ടി വന്നാൽ ഒരു കൈ നോക്കാൻ ഒരു 1.5 ഷെഫ് ഉണ്ട്, ബ്ലാക്ക് ലെഗ് സാഞ്ചി. വഴിയൊന്നും തെറ്റിപ്പോവാതെ അവർക്ക് മുന്നോട്ടുള്ള നേരായ വഴി കാണിച്ചു കൊടുക്കാൻ, വേണ്ടി വന്നാൽ ഒരു കൈ നോക്കാൻ മടിക്കാത്ത ഒരു നാവിഗേറ്ററും അവർക്കുണ്ട്, ക്യാറ്റ് ബർഗ്ലർ നാമി. എന്തിനേയും ഉന്നം തരാതെ അടിച്ചു വീഴ്ത്താൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വാരിയറും അവർക്കുണ്ട്, ഗോഡ് ഊസോപ്പ്. അവർക്കിനി എത്ര വലിയ രോഗമാണെങ്കിൽ പോലും, എത്ര വലിയ അപകടങ്ങൾ സംഭവിച്ചാൽ പോലും അതിനെയൊക്കെ മാറ്റിയെടുക്കാൻ പാകത്തിനുള്ള ഒരു ഡോക്ടറും അവർക്കുണ്ട്, ടോണി ചോപ്പർ. വൺ പീസിലേക്കുള്ള മുഴുവൻ കാര്യങ്ങളെയും പഠിച്ചെടുത്ത് അവർക്ക് വേണ്ട മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കി അവരെ സഹായിക്കാൻ, വേണ്ടി വന്നാൽ ഒരു കൈ നോക്കാൻ പോലും മടിക്കാത്ത ഒരു ആർക്കിയോളജിസ്റ്റ് അവരുടെ കൂടെയുണ്ട്, നീക്കോ റോബിൻ. അവരുടെ കപ്പലിലെ പ്രശ്നങ്ങളെല്ലാം മാറ്റി, കപ്പലിലെ ഓരോ ഭാഗവും നന്നാക്കി, എല്ലാവരുടെയും കൂടെ നിന്ന് കപ്പലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, വേണ്ടി വന്നാൽ റോബോട്ടായിട്ട് എല്ലാത്തിനെയും എടുത്തിട്ട് അലക്കുന്ന ഒരു സൈബോർഗ്. അതിലുപരി ഒരു ഷിപ്പ് റൈറ്റർ അവർക്കുണ്ട്, അതാണ് ഫ്രാങ്കി. അവരുടെ യാത്രയിൽ ഒട്ടും മോശമാവാത്ത രീതിയിൽ പാട്ടുകൾ പാടിക്കൊടുത്ത് തന്റെ ആഗ്രഹത്തിന് വേണ്ടി, തന്റെ ക്യാപ്റ്റന്റെ ആഗ്രഹത്തിനും കൂടെ വേണ്ടി ഒരു കൈ നോക്കാൻ പോലും മടിക്കാത്ത ഒരു മ്യൂസീഷ്യനും അവർക്കുണ്ട്, അതാണ് ബ്രൂക്ക്. ഇവരെല്ലാം ചേർന്നാണ് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ്. ഈ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും ഭാവിയിലെ കിങ് ഓഫ് ദി പൈററ്റിന് വേണ്ടി, അവരുടെ ക്യാപ്റ്റൻ മൂങ്കി ഡി ലൂഫിക്ക് വേണ്ടി എവിടേക്കും ഏതറ്റം വരെയും പോകും. അതുകൊണ്ട് അവരുടെ പുതിയ യാത്ര ന്യൂ വേൾഡിലേക്കാണെന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു സാഗ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. സോ അത്യാവശ്യം വലുതല്ല, എന്നാലും ചെറിയൊരു സാഗയായിരുന്നു. എല്ലാവർക്കും പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റുന്നൊരു സാഗ. ഇതിന്റെ പുതിയ റീഅനിമേഷൻ ഏകദേശം 21 എപ്പിസോഡേ ഉള്ളൂ. അതും ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ട്. ആ റീഅനിമേഷന്റെ ക്ലിപ്സ് ആണ് ഞാൻ ഈ ഒരു എക്സ്പ്ലനേഷന് യൂസ് ചെയ്തത്. സോ അത്യാവശ്യം നല്ല റീഅനിമേഷൻ ആണ്. ഇനി അടുത്ത സാഗയുടെ പേരാണ് ഡ്രസ് റോസ സാഗ. അത്യാവശ്യം വലിയൊരു സാഗയാണ്, അതിലുപരി മികച്ചൊരു സാഗ, അത്രേ പറയാനുള്ളൂ. ഈ സാഗ ഇമോഷണലി നമ്മൾ ഒരുപാട് ബ്രേക്ക് ഡൗൺ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡീറ്റെയിലിംഗിന്റെ ആവശ്യമുണ്ട്. സോ വീഡിയോസിന്റെ എണ്ണം, അതായത് ഈ സാഗയുടെ പാർട്ടുകളുടെ എണ്ണം അത്യാവശ്യം കൂടുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ട് ഓരോ വീഡിയോയിലും ഞാൻ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയില്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ പോകുന്നതുകൊണ്ട് ഫസ്റ്റ് വീഡിയോയിൽ മാത്രമേ എനിക്ക് ഇൻട്രോ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇത് മനസ്സിൽ വെച്ച് നേരത്തെ തന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവര് ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അടുത്ത വീഡിയോ കാണാൻ വേണ്ടി, നിങ്ങളുടെ നോട്ടിഫിക്കേഷനിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വരാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഒന്നും കമന്റ് ചെയ്യാനില്ലെങ്കിൽ എന്തെങ്കിലും ഇമോജി ഇട്ടാൽ മതി. അങ്ങനെയെങ്കിലും നമ്മുടെ ഈ വീഡിയോസ് യൂട്യൂബ് റെക്കഗ്നൈസ് ചെയ്യും. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ അടുത്ത വീഡിയോയിലും ചെയ്യണം. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ അനിമേ ലവേഴ്സ്, it's me, Animo.